മാനവരാശിയെ മുഴുവനും വിളിക്കുന്നു ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞതെന്താണ്? ഏ മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക, ഏ മനുഷ്യരെ നിങ്ങൾ ആരാധനാ മുറകൾ അർപ്പിച്ചു കൊള്ളുക. ആർക്ക് വേണ്ടി എന്നാ ഖുർആൻ പറഞ്ഞത്? മുസ്ലിമുകളുടെ ദൈവമായ അല്ലാഹുവിന് വേണ്ടി എന്നാണോ? നിസ്കരിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിന് വേണ്ടി എന്നാണോ? നോമ്പ് പിടിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിന് വേണ്ടി എന്നാണോ? ഇല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ ഒരു ഭാഗത്തും പറയുന്നില്ല. പിന്നെയോ ഖുർആൻ പറയുന്നു, ഏ മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. ആരെയെന്നറിയുമോ? റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ, നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ. ഏ മുസ്ലിമേ, ഏ ഹൈന്ദവനായ സഹോദര, ഏ ക്രൈസ്തവനായ സഹോദര, നീ ആരാധിക്കേണ്ടതാരെയാണ്? നീ ആരാധിക്കേണ്ടതാരെയാണ്? റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിന്നെ സൃഷ്ടിച്ചതാരാണോ, നിന്നെ പരിപാലിക്കുന്നതാരാണോ, അവരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ദൈവങ്ങളിലേക്ക് മാനവകുലത്തെ മുഴുവനും ക്ഷണിക്കുന്ന ഖുർആൻ. മനുഷ്യരുടെ ദൈവം, മനുഷ്യരുടെ ദൈവമാരാണോ അവനെ ആരാധിക്കുക. അല്ലെ, സകല മനുഷ്യർക്കും അവരുടെ പരിപാലകൻ ആരെന്ന് പരിചയപ്പെടുത്തുന്നു ഖുർആൻ. ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപാലകനായി, അല്ലെ, പരിപാലകൻ, സസ്റ്റൈനർ, ഹൈന്ദവ സഹോദരങ്ങൾ പേര് പറയാറുണ്ട്. അത് മഹാവിഷ്ണുവാണ്, അല്ലെ, വിഷ്ണുവാണ് പരിപാലകൻ. ഈ പരിപാലകന് ഖുർആൻ കൊടുത്ത പേര് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ പരിപാലകൻ ആരാ എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന ഖുർആൻ. പരിപാലകൻ ആരെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. ഈ പരിപാലകൻ എങ്ങനെയായിരിക്കണം? അതെ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ പരിപാലകൻ ആരെന്നറിയുമോ? വിധത്യം നിങ്ങളുടെ പരിപാലകൻ ഏകനാണ്. ഒരേ ഒരു പരിപാലകനെ നിങ്ങൾക്കുള്ളൂ. നൂറുകണക്കിന് പരിപാലകർ നിങ്ങൾക്കില്ല. മഴ പെയ്യിക്കാൻ ഒരു പരിപാലകൻ, വെയിൽ തരാൻ മറ്റൊരു പരിപാലകൻ, ഭക്ഷണം തരാൻ മറ്റൊരു പരിപാലകൻ, ശ്വാസം തരാൻ മറ്റൊരു പരിപാലകൻ, കുടുംബം തരാൻ മറ്റൊരു പരിപാലകൻ ഇല്ല. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ നൂറുകണക്കിന് ദൈവങ്ങളെ വെച്ച് ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല. മറിച്ച് വിധത്യം നിങ്ങൾക്ക് ഒരു പരിപാലകനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ഖുർആനും അത് പഠിപ്പിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, പറഞ്ഞു കൊടുക്കും നബിയെ, ഏകനായ പരിപാലകൻ അത് അല്ലാഹുവാണ്, അല്ലാഹുവാണെന്ന് സർവ്വ മനുഷ്യരെയും വിളിക്കുന്നു ഖുർആൻ. അല്ലേ, ഹൈന്ദവ സഹോദരങ്ങൾ പറയാറുണ്ട് സൃഷ്ടാവ്. അല്ലെ, ആരാണ് സൃഷ്ടാവ്? ബ്രഹ്മാവ് എന്നൊരു പേര് കൊടുത്തു. ബ്രഹ്മാവ് എന്ന പേര് കൊടുത്ത് സൃഷ്ടാവിനെ അംഗീകരിക്കും. അല്ലെ, സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ദ ക്രിയേറ്റർ, അൽ ഖാലിഖ്. അൽ ഖാലിഖ് ഖുർആൻ പരിചയപ്പെടുത്തി ഖാലിഖ്. അല്ലെ, എന്നാൽ ആ സൃഷ്ടാവ് എങ്ങനെയായിരിക്കണം? ഹൈന്ദവ വേദങ്ങൾ പഠിപ്പിച്ചു എങ്ങനെയായിരിക്കണം. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സൃഷ്ടാവുണ്ടല്ലോ, നതസ്യ പ്രതിമാസ്ത്യ, അവന് പ്രതിമകളൊന്നുമില്ല. അവന് നിങ്ങൾ കോലങ്ങൾ ഉണ്ടാക്കാൻ മെനക്കെടണ്ട, അവന് രൂപങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. അങ്ങനെ ഏകനായ പ്രതിമകളില്ലാത്ത ഒരു ദൈവം ഏതാണ്? ആ ദൈവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ഖുർആൻ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നാം ഇവിടെ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മുഴുവനും വഴികാട്ടിയാണ്. ആ വിശുദ്ധ ഖുർആനുമായി എനിക്കും നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള വിഷയമാണ്. ഖുർആനുമായി നമുക്കെന്ത് ബന്ധമാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഒരു ദിവസം മണിക്കൂറുകളോളം സമയം കൊടുക്കും പാർട്ടി പത്രങ്ങൾക്കും പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി. ഒരു ദിവസം മണിക്കൂറുകളോളം സമയം കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ നീ കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, ഒരു ദിവസം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന് വേണ്ടി നീ എത്രത്തോളം സമയം കൊടുത്തിട്ടുണ്ട്? ഖുർആനിന് വേണ്ടി എത്രത്തോളം സമയം കൊടുത്തിട്ടുണ്ട്?
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തെരുവോരങ്ങളിലേക്ക് കൊടിയുമെടുത്ത് ബാനറുകളും പിടിച്ച് സിന്ദാബാദ് വിളിക്കാൻ ഈ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ സജ്ജരാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, അബൂ ഖുറൈബിലും ഗോണ്ടനോമയിലുമുള്ള മുസ്ലിമുകളായ സഹോദരങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം കിൻഡൽ കണക്കിന് ഭാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ ചുമന്നു നിൽക്കേണ്ടി വരുന്നതിന്റെ പേരിൽ കൈകളിലെയും ശരീരത്തിലെയും ഞരമ്പുകൾ തടിച്ചു വന്നിട്ട് ആ ഞരമ്പുകൾ പൊട്ടി അതിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകിയിട്ട് ആ ഭാരമുള്ള കിൻഡൽ കണക്കിന് ഭാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ ശരീരത്തിലേക്ക് വന്നു വീണ് പിടഞ്ഞു മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു നൂൽ കഷണം പോലും ധരിക്കാൻ അനുവദിക്കാതെ ഐസ് ക്യൂബുകൾക്ക് നടുവിൽ നിർത്തപ്പെടുമ്പോൾ ശരീരത്തിലെ രക്തം കട്ടപിടിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി വേദന തിന്നു മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ മുന്നിലേക്ക് അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തി ക്രൂരമായി വെള്ളപ്പട്ടാളക്കാർ മാറി ബലാത്സംഗം ചെയ്യുമ്പോഴും അത് കണ്ടുകൊണ്ട് കണ്ണീരെടുക്കുന്ന സഹോദരങ്ങളുടെ കഥകളെ ഞാനും നിങ്ങളും കേൾക്കാറുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ നമ്മൾക്കറിയോ, അബൂ ഖുറൈബിലും ഗോണ്ടനോമയിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ശരീരം ശുദ്ധിയാക്കാൻ വെള്ളമൊരുക്കി കൊടുക്കാതെ ചീഞ്ഞളിഞ്ഞ് നാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ അമേരിക്കക്കാരൻ അതിന് പകരം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പറിനും പകരമായി ശരീരം ശുദ്ധിയാക്കാൻ വിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു കൊടുത്തിട്ട് ഇതിൽ നിന്നും പേപ്പറുകൾ കീറിയെടുത്തുകൊണ്ട് ശരീരം ശുദ്ധിയാക്കാൻ പറയുമ്പോൾ ഒരിക്കൽ പോലും അമേരിക്കക്കാരന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാത്ത സഹോദരങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ അമേരിക്കക്കാരൻ തോക്ക് തിരിച്ചു പിടിച്ച് തോക്കിന്റെ പാത്തി കൊണ്ട് തലയുടെ രണ്ടു വശത്തേക്ക് മാഞ്ഞാൻ അടിക്കുമ്പോൾ കാതുകളിലൂടെയും മൂക്കുകളിലൂടെയും രക്തം ഇങ്ങനെ പുറത്തേക്ക് ചീറ്റയിട്ട് അമേരിക്കൻ തടങ്കൽ പാളയങ്ങളുടേതായ ഇരുണ്ട മുറികളുടെ 4 ചുവരുകളിലേക്കും ആ രക്തം ഇങ്ങനെ ചീറ്റി തെറിക്കുമ്പോൾ ജീവിതം അവസാനിക്കുന്നത് വരെയും വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഖുർആനിനോടുള്ള ബന്ധം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ട് രോമാഞ്ചമുണ്ടാകുന്ന രക്തം തിളക്കുന്ന എന്റെ ചെറുപ്പക്കാര, ഓരോ നിമിഷം നീ ഒന്ന് ചിന്തിക്ക്, നിനക്ക് ഖുർആനുമായിട്ട് ബന്ധമുണ്ടോ? ഖുർആനുമായിട്ട് ബന്ധമുണ്ടോ? പള്ളിയിലേക്ക് പോകുമ്പോ ഖുർആൻ ഓതാൻ സമയമുണ്ടോ? വീട്ടിലിരിക്കുമ്പോ ഖുർആൻ ഓതാൻ സമയമുണ്ടോ? എന്റെ സഹോദരിമാർ മഗ്രിബിന് ഇശാഇനിടയിലുള്ള പുണ്യമായ സമയത്ത് പോലും അല്ലാഹുവിനെ മറന്ന് റസൂലുള്ളാഹിനെ വെറുത്തുകൊണ്ട് ടിവി സീരിയലുകൾക്കും റിയാലിറ്റി ഷോകൾക്കും വേണ്ടി സമയം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോടൊന്ന് ചോദിക്കട്ടെ, ഖുർആനിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടോ? ഖുർആനിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടോ? ഖുർആനുമായി ബന്ധം വെക്കാൻ പറ്റണം നമുക്ക്, അപ്പോഴാണ് നമുക്ക് മഹത്വം ഉണ്ടാകുന്നത്. അല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് മഹത്വം ഉണ്ടാകുന്നത്. ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാണ് സകല വസ്തുക്കൾക്കും മഹത്വമുണ്ടാകുന്നത്. അതേ സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ വിശുദ്ധമായ റമദാൻ മാസത്തെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് പരിചയപ്പെടുത്താനുള്ളത്? അതേ മാസങ്ങളുടെ നേതാവായ റമദാൻ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും പുണ്യങ്ങളുടെ പൂമാരി ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന റമദാനെ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്താനുള്ളത് അപ്രകാരമാണെങ്കിൽ അതേ റമദാൻ എന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാ, തറാവീഹിന്റെ മാസമാണ് റമദാൻ, മഗ്ഫിറത്തിന്റെ മാസമാണ് റമദാൻ, റഹ്മത്തിന്റെ മാസമാണ് റമദാൻ, നരകമോചനത്തിന്റെ മാസമാണ് റമദാൻ, സ്വർഗ കവാടങ്ങൾ മലർക്ക് തുറക്കപ്പെടുന്ന മാസമാണ് റമദാൻ. ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മാസമാണ് റമദാൻ. എനിക്കും നിങ്ങൾക്കും റമദാനെ ഇപ്രകാരമാണ് പരിചയപ്പെടുത്താനുള്ളതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമദാനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ശഹ്റു റമദാൻ
റമളാൻ എന്ന മാസമുണ്ടല്ലോ, റമളാൻ എന്ന മാസമുണ്ടല്ലോ. അല്ലാഹു റമളാനെ പരിചയപ്പെടുത്തുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞല്ല. അല്ലാഹു റമളാനെ പരിചയപ്പെടുത്തുന്നത് തറാവീഹിന്റെ മാസം എന്ന് പറഞ്ഞല്ല, നരകമോചനത്തിന്റെ മാസം എന്ന് പറഞ്ഞല്ല, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം എന്ന് പറഞ്ഞല്ല. അല്ലാഹു റമളാനെ പരിചയപ്പെടുത്തുന്നത് അതേ ലൈലത്തുൽ ഖദറിന്റെ മാസം എന്ന് പറഞ്ഞല്ല. അല്ലാഹു റമളാനെ പരിചയപ്പെടുത്തുന്നത് ഓരോ സൽക്കർമ്മങ്ങൾക്കും 70 ഇരട്ടിയോളം പ്രതിഫലമുള്ള മാസം എന്ന് പറഞ്ഞല്ല. പിന്നെയോ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ. അല്ലാഹു റമളാനെ പരിചയപ്പെടുത്തുകയാണ്. ശഹ്റു റമളാൻ, റമളാൻ എന്ന മാസമുണ്ടല്ലോ. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. അല്ലാഹുവിന് ഒരുപാട് ദിവസങ്ങളുണ്ട്, അല്ലാഹുവിന് ഒരുപാട് മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ ഏതോ ഒരു മാസത്തിലല്ല പടച്ചവൻ ഖുർആനെ ഇറക്കിയത്. പുണ്യനെയോ പുണ്യങ്ങളുടെ പേമാര് വർഷിക്കപ്പെടുന്നതായ, മനുഷ്യ മനസ്സുകൾ ശുദ്ധീകരിക്കപ്പെടുന്ന മാസമായ, മനുഷ്യ ശരീരം തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന മാസമായ റമളാൻ. റമളാനിലാണ് പടച്ച തമ്പുരാൻ ഖുർആനിനെ ഇറക്കിയത്. അതേ എന്റെ സഹോദരങ്ങള്, അല്ലാഹു ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസമായ റമളാനിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ സ്ഥാനമുണ്ട്. അതേപോലെ ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത ദിവസമുണ്ടല്ലോ, ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത രാത്രിയുണ്ടല്ലോ. ഏത് രാത്രിയാണ്, ഏത് രാത്രിയാണ് നമുക്കറിയുമല്ലോ. ഒരു മനുഷ്യന് കിട്ടുന്ന കോടാനുകോടി രാവുകളുണ്ട്. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രാത്രികൾ കിട്ടുന്നുണ്ട്. ആ രാത്രികളില് ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ അവന് കിട്ടുന്നതായ രാത്രികളില് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ? ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന രാത്രിയില് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ? അത് ലൈലത്തുൽ ഖദർ എന്ന രാത്രിയാണ്. ലൈലത്തുൽ ഖദർ എന്ന രാത്രിയാണ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരുന്ന രാത്രിയാണ്. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്ന രാത്രിയാണ്. മനുഷ്യ മക്കൾ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്തുന്ന രാത്രിയാണ്. ഈ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ഈ ലൈലത്തുൽ ഖദറിനെ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയതെങ്ങനെയാ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഞാൻ എന്റെ ഖുർആനിനെ, നാം നമ്മുടെ ഖുർആനിനെ ഈ ലോകത്തേക്ക് ഇറക്കിയ മാസമാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു പറയുന്നു ഖുർആൻ ഇറങ്ങിയ ദിവസമാണ്, ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു, നബിയേ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്റെ ഖുർആൻ ഇറങ്ങിയ രാത്രിയായ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം അറിയുമോ നബിയേ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹ്ർ. ഞാൻ എന്റെ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ രാത്രിയാണ്. ഞാൻ എന്റെ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن من كل أمر سلام هي حتى مطلع الفجر. ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ബാലാകമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവുണ്ടല്ലോ, ആ രാവിലാണ് നബിയേ ഞാൻ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതേ പടച്ച തമ്പുരാൻ പ്രതിപാദിക്കുകയാണ്, മാസങ്ങളുടെ നേതാവായ റമളാൻ, ആ റമളാനിൽ തന്നെ ഇറക്കപ്പെട്ട ഖുർആൻ, ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൽ
അവതീർണമായ ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട മാസത്തിന് സ്ഥാനമുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ദിവസത്തിന് സ്ഥാനമുണ്ട്. അതുപോലെ എന്റെ സഹോദരങ്ങള്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയ മലക്കേത് മലക്കാണ്. അല്ലാഹുവിന് കോടാനുകോടി മാലാഖമാരുണ്ട്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളിൽ വെച്ച് മുഖറബുൽ അംലാക്, ആ മലക്കുകളിൽ വെച്ച് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ സാമീപ്യം ശ്രദ്ധിച്ച മഹാനായ ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ നസല ബിഹിർ റൂഹുൽ അമീൻ. റൂഹേ അമീനായ ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ. ഏത് ജിബ്രീലാണ്? ഖുവ്വത്തുൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. അല്ലാഹുവിന്റെ വിശാല വിസ്തൃതമായ ദർബാറിൽ വെച്ച് ഏത് ജിബ്രീലിനെ പറ്റി സത്യസന്ധനെന്ന് പാടിപ്പുകഴ്ത്തിയോ, ഏത് ജിബ്രീലിനെ പറ്റി ശക്തനെന്ന അപദാനങ്ങൾ പാടപ്പെട്ടോ, അങ്ങനെയുള്ള ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ, അതേ ഖുർആൻ ഇറക്കിക്കൊണ്ടുവരാനും ഒരു സ്ഥാനമുള്ള മലക്കിനെ പടച്ച തമ്പുരാൻ ഏൽപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങള്, ഖുർആൻ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ അല്ലാഹു തിരഞ്ഞെടുത്ത പ്രവാചകനുണ്ടല്ലോ. ഏത് നബിയാണ്? അഷ്റഫുൽ ഖൽഖായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും മൊഴിയാത്ത മുത്തലി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒരനക്കം പോലും അനങ്ങാത്ത നബി മുഹമ്മദ് മുസ്തഫ എന്ന പടച്ച തമ്പുരാൻ ഏത് പുണ്യപ്രവാചകർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോ, അങ്ങനെയുള്ള നബിയിലേക്ക് അവതീർണമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസം സ്ഥാനമുള്ള മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി സ്ഥാനമുള്ള രാത്രിയാണ്. ഖുർആൻ കൊണ്ടുവന്ന മലക്ക് സ്ഥാനമുള്ള മലക്കാണ്. ഖുർആൻ ഇറക്കപ്പെട്ട നബി സ്ഥാനമുള്ള നബിയാണ്. എന്ന് മാത്രമല്ല, ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമുണ്ടല്ലോ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമുദായമുണ്ടല്ലോ. ആ സമുദായത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സ്ഥാനം എന്താണ്? ഖുർആൻ ഇറക്കപ്പെട്ട ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമുദായത്തിന് അല്ലാഹു കൊടുത്ത സ്ഥാനം എന്താണ്? അതേ ഒരുപാട് സമുദായങ്ങൾ കടന്നുപോയതാണ്. 1000 വർഷത്തിലധികം ആയുസ്സുള്ള സമുദായം കടന്നുപോയതാണ്. വിശക്കുമ്പോൾ സ്വർഗത്തലകളിൽ ഭക്ഷണം വിളമ്പപ്പെട്ട സമുദായം കടന്നുപോയതാണ്. സ്വന്തം കൈകൾ കൊണ്ട് കല്ലുകളെ രൂപപ്പെടുത്തുന്ന സമുദായം കടന്നുപോയതാണ്. യാതൊരുവിധ അധ്വാനവുമില്ലാതെ മരച്ചില്ലകളോടെ മണ്ണും സൽവയും എന്ന വിശിഷ്ട ഭോജനം ഇറക്കിക്കൊടുത്ത സമുദായം കടന്നുപോയതാണ്. നടന്നു നീങ്ങുന്ന വഴികളിൽ മേഘം തണലിട്ടു കൊടുക്കുന്ന സമുദായം കടന്നുപോയതാണ്. ഇങ്ങനെ ഒരു സമുദായം കടന്നുപോയതാണ്. ആ സമുദായത്തിനൊന്നും കൊടുക്കാത്ത സ്ഥാനമാണ് ഖുർആൻ. അല്ലാഹു പറയുന്നത് എന്താണ്? ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമേ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ്. ലോകം കണ്ടതിൽ വെച്ച്, ലോകത്തേക്ക് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമുദായം, സമുദായമേ ഖുർആൻ ഇറക്കപ്പെട്ട നിങ്ങളാണെന്ന് അല്ലാഹു പറയുകയാണ്. കാരണം എന്തെന്നറിയുമോ? തഅ്മുറൂന ബിൽ മഅറൂഫ്
വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഖുർആനിലൂടെ വിശ്വാസം അവലംബിച്ചുകൊണ്ട്, ഖുർആനിലൂടെ നന്മയുടെ പ്രേരക ശക്തിയായി മാറിക്കൊണ്ട്, ഖുർആനിലൂടെ തിന്മയെ നശിപ്പിക്കുന്ന മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് ഏതു മനുഷ്യരും ഖുർആനിലൂടെ പരിപൂർണ വിശ്വാസിയാകുന്നു. അല്ലാഹ് പറയുകയാണ്, കുന്തും ഖൈറ ഉമ്മ. അങ്ങനെ ഖുർആനിലൂടെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് കടക്കുന്ന സമുദായമേ, നിങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സമുദായം. ചിന്തിച്ചേ, ഖുർആനുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഖുർആൻ ഇറക്കാൻ തിരഞ്ഞെടുത്ത മാസം ഒരു സാധാരണ മാസമല്ല. ഖുർആൻ ഇറക്കാൻ തിരഞ്ഞെടുത്ത രാത്രി സാധാരണ രാത്രിയല്ല. ഖുർആൻ ഇറക്കാൻ തിരഞ്ഞെടുത്ത മലക്ക് ഒരു സാധാരണ മലക്കല്ല. ഖുർആൻ ഇറക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നബി സാധാരണ നബിയല്ല. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും സ്ഥാനമുണ്ട്. നമുക്കും സ്ഥാനം കിട്ടണോ? നമുക്കും ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാകണം. ഖുർആനിലൂടെ നന്മയുടെ ചാലക ശക്തികളായി മാറട്ടെ. ഖുർആനിലൂടെ തിന്മയെ നശിപ്പിക്കുന്നവരായി മാറട്ടെ. ഖുർആനിലൂടെ പരിപൂർണ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കടക്കുന്നവരായി മാറട്ടെ. സ്ഥാനം ഉണ്ടാവും. അല്ലാഹ് പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്. അങ്ങനെയെങ്കിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സമുദായം അത് നിങ്ങളായിരിക്കും. നമുക്കാകാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കങ്ങനെ ആകാൻ പറ്റിയിട്ടുണ്ടോ? ഖുർആനുമായിട്ടൊരു ബന്ധം വെച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാന്റെ ലിസ്റ്റിലെ സത്യവിശ്വാസി ആരാ? നമ്മളെ ലിസ്റ്റില് മുസ്ലിം പേരുള്ള എല്ലാവരും സത്യവിശ്വാസികളാ, അല്ലെ? പേര് മുസ്ലിമിന്റെതാണോ, പിന്നെ അവൻ സത്യവിശ്വാസിയായി മാറി. നമ്മളെല്ലാവരെയും സത്യവിശ്വാസികൾ എന്ന് വിളിക്കുക. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ലിസ്റ്റിൽ സത്യവിശ്വാസി ആരാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ മുസ്ലിമാണോ? റേഷൻ കാർഡിൽ മുസ്ലിമാണോ? മഹലിന്റെ ലിസ്റ്റിൽ പേരുണ്ടോ? മുസ്ലിമാ. എല്ലാവരും മുസ്ലിമാ. പലിശ തിന്നുന്നവനും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. കള്ളു കുടിക്കുന്നവനും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തുകൊണ്ട് ദാടിയും അടിച്ചു സുന്നത്തുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്നവരും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. പർദയില്ലാതെ ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പും പുറത്തു കാട്ടി നാണമില്ലാതെ ശരീരവും ആട്ടിക്കുടച്ച് നടക്കുന്ന പെണ്ണും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. അള്ളാന്റെ ലിസ്റ്റിൽ മുസ്ലിമാകാൻ പറ്റുന്നുണ്ടോ? ദുനിയാവിൽ ആര് നമ്മുടെ മുസ്ലിം അല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാ. അള്ളാഹുവിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെടണം. പടച്ചോൻ പറയുന്നു, യഥാർത്ഥ സത്യവിശ്വാസി ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി അവരുടെ മുന്നിൽ ഇങ്ങനെ പറയപ്പെട്ടാൽ ഒരു പേടിയുണ്ടാവും, ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാവും, ഒരു ചലനം ഉണ്ടാവും. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കേദാരമായ നരകത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പേടി ഉണ്ടാവും. പേടിയോടുകൂടി എഴുന്നേറ്റ് പോകുന്നവരാ സത്യവിശ്വാസികൾ, അല്ലെ? നമുക്കതൊക്കെ ഉണ്ടോ? 2 ദിവസമായിട്ട് മരണത്തെ പറ്റി കേട്ടു, ഖബറിനെ പറ്റി കേട്ടു, വിചാരണയെ പറ്റി കേട്ടു, നാം മറന്നുകൊണ്ടിരിക്കുന്ന മഹാസത്യങ്ങളെ പറ്റി കേട്ടു. എന്ത് മാറ്റമാ നമുക്കുണ്ടായേ? ലോകത്ത് എവിടെയൊക്കെ വൗലുണ്ടോ, ഈ പരിസരത്ത് എവിടെയൊക്കെ വൗലുണ്ടോ അവിടെയൊക്കെ ആളാണ്. എല്ലായിടത്തും നമ്മൾ വൗല് കേൾക്കാൻ പോവും. പക്ഷെ എന്ത് മാറ്റം നമുക്കുണ്ടായി? എത്രയോ കഴിവുള്ള പ്രഭാഷകന്മാരുടെ CD 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കെന്ത് മാറ്റം ഉണ്ടായി? മുസ്ലിം ആയിട്ടില്ല, നമ്മൾ സത്യവിശ്വാസി ആയിട്ടില്ല. നമ്മൾ ഹൃദയത്തിൽ ഒരു പേടി. ദീനിന്റെ സദസ്സിലിരിക്കുമ്പോൾ, ദീനിന്റെ സദസ്സൊക്കെ പറഞ്ഞാല് പേടി ഉണ്ടാകാനുള്ള സദസ്സാണ്, പേടി ഉണ്ടാകാനുള്ള സദസ്സാണ്. എഴുന്നേറ്റ് പോകുമ്പോ ഒരു പേടിയോടെ എണീറ്റ് പോകണം. അല്ലാതെ 3 മണിക്കൂർ ഒരു സിനിമ കണ്ടതുപോലെ കുറെ തമാശയൊക്കെ കേട്ടൊന്ന് കുലുങ്ങി ചിരിച്ച് 2 പാട്ടൊക്കെ കേട്ട് കുറെ പഞ്ച് ഡയലോഗുകളൊക്കെ കേട്ട് സന്തോഷത്തോടങ്ങ് പോവുക. ഒരു സിനിമ കണ്ട പ്രതീതി അങ്ങനൊന്നും അല്ല. ദീനിന്റെ സദസ് അതിനു വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. എന്താണ്? വഅളാകണോ? ഒരു 5-6 തമാശ ഫർള, അല്ലേ? പിന്നെ കുറച്ച് പാട്ടുകൾ വേണം. പിന്നെ ഇപ്പൊ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, 5-6 പഞ്ച് ഡയലോഗ്. പഞ്ച് ഡയലോഗ് വേണം, എങ്കിലേ വഅളാവുള്ളൂ.
ഇനി കുറച്ചു നാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇനി വാളാകണമെങ്കിൽ ഉസ്താദ്മാര് മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് 2 സ്റ്റണ്ട് സീനും കൂടെ കാണിക്കേണ്ടി വരും, എങ്കിലേ വാളാവുള്ളൂ. ഞാനീ പറഞ്ഞത് മതപ്രഭാഷണ വേദിയിൽ പാട്ടുപാടലെ ഹറാമൊന്നും അല്ല, തമാശ പറയലും ഹറാമല്ല. പറയാം, സദസ്സിനൊരു ഉണർവുണ്ടാകും. തമാശയൊക്കെ കേട്ടൊന്ന് കുലുങ്ങുമ്പോ, അടുത്തിരിക്കുന്ന ആള് കുലുങ്ങുമ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കാക്ക ഉണരുമല്ലോ, അപ്പൊ കുഴപ്പമില്ല, സദസ്സൊന്ന് ഉണർന്നോട്ടെ. സദസ്സിനൊരു ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി പറയാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ദീനിയായ സദസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാകണം, പടച്ചോനെ പേടി ഉണ്ടാകണം, തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അവനാ ഒരു സത്യവിശ്വാസി. ശേഷം അല്ലാഹു തആല പറയുന്നു, ഒരു സത്യവിശ്വാസിയുടെ അടയാളം വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു സത്യവിശ്വാസിയുടെ അടയാളം, അവരുടെ മുന്നിൽ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതപ്പെട്ടാൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഈമാനിൽ വർധനവുണ്ടാകും, വിശ്വാസത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് വിശ്വാസത്തിൽ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് പറ്റുന്നുണ്ടോ ഖുർആൻ കേട്ടിട്ടൊരു മാറ്റം ഉണ്ടാവുക? നമ്മൾ ചിന്തിച്ചേ, റമളാൻ വരും അല്ലേ, റമളാൻ വരും. റമളാനില് തറാവീഹിന് എല്ലാരും പള്ളിയിലുണ്ടാവും. ആദ്യത്തെ ദിവസം പള്ളിയിലുണ്ടാകും. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. 20 റക്അത്തിലും ഖുർആൻ കേട്ടു. 20 റക്അത്തിലും ഖുർആൻ കേട്ടു. ആദ്യത്തെ ദിവസം ഒരു 4-4 സഫൊക്കെ ഉണ്ടാവും അല്ലേ. ഖുർആനൊക്കെ കേട്ട് ഈമാനിൽ ഇങ്ങനെ വർധനവുണ്ടായി. രണ്ടാമത്തെ ദിവസം വന്നു, ഒക്കെ ഈമാനിൽ വർധനവുള്ളായതുകൊണ്ട് സഫിൽ അങ്ങ് ആള് കുറയാ അല്ലേ. ഈമാൻ വർദ്ധിച്ചപ്പോ നിസ്കാരത്തിന് ആളില്ല. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ കുറയും, മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടെ കുറയും. പിന്നെ ആളെ കിട്ടണമെങ്കിൽ 17-ാം രാവോ 27-ാം രാവോ വരണം. അത് ഖുർആനിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ബിരിയാണിയോടുള്ള താല്പര്യം കൊണ്ടുവാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ആകാൻ പറ്റണം നമുക്ക്. ഖുർആനിലൂടെ മാറ്റമുണ്ടാകട്ടെ നമുക്ക്. വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തുണ്ടാക്കിയെടുത്ത മഹാമഹത്തായ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഖുർആൻ എത്രയോ മനുഷ്യ മനസ്സുകളിൽ മാറ്റം ഉണ്ടാക്കി. ഖുർആൻ എത്രയോ മനുഷ്യ മനസ്സുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിയുള്ള വിശ്വാസത്തിന്റെ വെളിച്ചം വീശിക്കൊടുക്കാൻ കാരണമായി മാറി. നമുക്കങ്ങനെ പറ്റുന്നുണ്ടോ ഖുർആനിലൂടെ വിശ്വാസത്തിലേക്ക് കടക്കാൻ, ഖുർആനിലൂടെ മനുഷ്യത്വത്തിലേക്ക് കടക്കാൻ? അറിയുമോ, പടച്ച തമ്പുരാൻ ഖുർആൻ ഇറക്കി തന്നത് നമ്മുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാനാണെങ്കിൽ, ഒരിക്കൽ പോലും ഖുർആൻ ഓതിക്കൊണ്ട് മനസ്സുകളിൽ മാറ്റമില്ലാത്ത സഹോദരങ്ങള്, ഒരിക്കൽ പോലും ഖുർആനിനെ പഠന വിധേയമാക്കി വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതെന്തെന്നറിയുമോ? അതേ, നമുക്ക് വേണ്ടി ഇറക്കി തന്ന ഖുർആൻ ഉണ്ടല്ലോ, ഏത് ഖുർആനിലൂടെ നമുക്ക് ഭയമുണ്ടാകുന്നില്ലയോ, ഏത് ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകുന്നില്ലയോ? അല്ലാഹു പറയുകയാണ്, ഇതേ ഖുർആനിലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ വിശുദ്ധമായ ഖുർആനിനെ ഞാൻ മനുഷ്യർക്ക് ഇറക്കി കൊടുത്തതിന് പകരം കുറെ പാറക്കല്ലുകളിലേക്ക് ഇറക്കിയിരുന്നെങ്കിലോ, കുറെ പർവ്വതങ്ങളിലേക്ക് ഇറക്കിയിരുന്നെങ്കിലോ, കുറെ ഹിമ മൂടിക്കിടക്കുന്നതായ മലമുകളിലേക്ക് ഇറക്കി കൊടുത്തിരുന്നെങ്കിലോ, അല്ലാഹു പറയുകയാണ്, നബിയേ, താങ്കൾക്ക് കാണാൻ പറ്റുമായിരുന്നു നബിയേ, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓ പർവ്വതങ്ങൾ വിറച്ചു പോകും നബിയേ, ഓ പർവ്വതങ്ങൾ കുലുങ്ങിപ്പോകും നബിയേ. ഖുർആനിലൂടെ കുലുക്കമില്ലാത്ത മനുഷ്യ, ഖുർആനിലൂടെ അല്ലാഹുവിനെ ഭയമില്ലാത്ത മനുഷ്യ, ഒന്ന് ചിന്തയ്ക്ക് പർവ്വതങ്ങൾക്ക് പോലും ഖുർആൻ ഇറക്കപ്പെട്ടാൽ ഭയമുണ്ടാകുന്നെങ്കിൽ, പർവ്വതങ്ങൾ പോലും കിടുകിടാ വിറക്കപ്പെട്ടു പോകുന്നെങ്കിൽ, കരിങ്കല്ലുകളെക്കാൾ കടുകടുത്ത ഹൃദയങ്ങളുമായി ജീവിക്കുന്ന നമുക്ക് ഖുർആനിലൂടെ മാറ്റം വരാത്തതുണ്ട്. ഖുർആനിലൂടെ വിദ്യാ
വിലാസത്തിന്റെ വ്യതിയാനത്തിന്റെ വിശ്വാസത്തിന്റെ മാറ്റൽ മുഴങ്ങാത്തതെന്ത് അറിയുമോ? വിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ പരിപൂർണ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ. അല്ലാഹു തആല ഖുർആനിനെ തുടങ്ങിയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബഖറ. അതേ പശു എന്ന പേരിലാണ്, ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേരിൽ തുടങ്ങുന്ന ഖുർആൻ. ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേരിൽ തുടക്കം കുറിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ പശുവിന്റെ പേരിൽ തുടങ്ങിയെങ്കിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് പശു എന്നാണെങ്കിൽ അവിടെ നിന്നിങ്ങനെ സഞ്ചരിച്ച് മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിന്റെ മാറ്റമുഴക്കിക്കൊണ്ട് ഖുർആൻ സഞ്ചരിക്കുമ്പോൾ 114 അധ്യായങ്ങൾ പരിപൂർണമാകുമ്പോൾ ഏറ്റവും അവസാനത്തെ അധ്യായത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇട്ടിരിക്കുന്ന പേരെന്താണ്? സൂറത്തുൻ നാസ്. സൂറത്തുൻ നാസ്. അതേ മനുഷ്യൻ എന്ന പേരാണ്, മനുഷ്യൻ എന്ന പേരാണ്. പശുവിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ഖുർആൻ. അതേ ഒരു നാൽക്കാലി മൃഗത്തെ പോലെ അതപ്പതിച്ച ജീവിതത്തിൻ്റെതായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ഇരുകാലി മൃഗങ്ങളായ മർത്യരുണ്ടല്ലോ, അവരെങ്ങനെ പരിവർത്തനത്തിന്റെ പാതയിലൂടെ കൈപിടിച്ചു കൊണ്ടുപോയി പരിപൂർണ മനുഷ്യരാക്കുന്ന ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മാറ്റമുണ്ടാകട്ടെ, ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകട്ടെ, ഖുർആനിലൂടെ പരിപൂർണ മനുഷ്യരാകാൻ നമുക്ക് കഴിയട്ടെ. അറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഗ്‌രിബ് ഇശാഇനിടയിലുള്ള പുണ്യമായ സമയങ്ങളും സന്ദർഭങ്ങളിലും റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി കൊടുക്കുന്ന സഹോദരി, കുങ്കുമപ്പൂവിലും നന്ദനത്തിനും വേണ്ടി തുലച്ചു കളയുന്ന പ്രിയപ്പെട്ട സഹോദരി, അറിയുമോ ഈ ലോകത്ത് വഴികെട്ട ജീവിതം നയിച്ച ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിനെ അറിയാത്ത, റസൂലുള്ളാഹിനെ അറിയാത്ത, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യരുണ്ടായിരുന്നു. അറിയുമോ എന്റെ സഹോദരി, ഒരു കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്ന ഒരു പെണ്ണ്, അന്താരാഷ്ട്ര ചാനലുകൾക്ക് വേണ്ടി ഇസ്ലാമിനെതിരെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന ഒരു പെണ്ണ്. ആ പെണ്ണതാ ഒരിക്കൽ മുസ്ലിമുകളുടെ കൈകളിൽ അകപ്പെട്ടു പോവുകയാണ്. അവരുടെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തിച്ചേർക്കപ്പെടുകയാണ്. അവരതാ ഖുർആൻ പഠിക്കുകയാണ്, അവരതാ ഖുർആൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇസ്ലാം നശിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ച ഒരു പെണ്ണിന് ഇവോൺ റിഡ്ലി എന്ന പേരിൽ ഇസ്ലാമിന്റെ വെള്ളരി പ്രാവാക്കി മാറ്റിയ ഖുർആൻ. എന്റെ സഹോദരി, ഖുർആനിലൂടെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്? എന്തോ ഖുർആനിലൂടെ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധി കടന്നു വരാത്തത് എന്ന് മാത്രമല്ല, അറിയുമോ ഒരു കാലത്ത് ചീഞ്ഞളിഞ്ഞു നാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു പെണ്ണ്, അമേരിക്കക്കാരുടെ കയ്യിലെ കളിപ്പാവയായിരുന്ന ഒരു പെണ്ണ്, അവസാനം ഖുർആൻ അറിയുകയാണ്, ഖുർആൻ പഠിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണിന് മാറ്റം വരികയാണ്. ഇന്നുതാ മർഹൂമ മറിയം ജമീല എന്ന പേരിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിയപ്പെട്ട ഒരു പ്രബോധകയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാ സഹോദരി നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന് മാറ്റമില്ലാത്തത്? അറിയുമല്ലോ, കേരള സംസ്ഥാനത്തിൽ നിന്നും മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഒരു സ്ത്രീയെ പറ്റി അറിയുമല്ലോ. മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്ന തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് കുടുംബത്തിൽ മാധവിക്കുട്ടി എന്ന പേരുള്ള പെണ്ണിനെ നിങ്ങൾക്കറിയുമല്ലോ. തന്റെ ആത്മകഥകളിലൂടെ വായനക്കാരുടെ ചോര ചൂട് പിടിപ്പിച്ച മാധവിക്കുട്ടിയുണ്ടല്ലോ. തന്റെ ആത്മകഥകളിലൂടെ യുവാക്കളുടെ സിരകളിലൂടെ അതേ ലഹരി പടർത്തിവിട്ട മാധവിക്കുട്ടിയുണ്ടല്ലോ. ആ മാധവിക്കുട്ടി മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്നെങ്കിൽ അതിനേക്കാളേറെ മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലിനേക്കാൾ ഏറെ പ്രശോഭിതമായ വാനിൽ വിണ്ണിത്തിളങ്ങുന്ന താരകമായ കമലാസുരയ്യ
എന്ന പരിശുദ്ധ വനിതയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഖുർആൻ കഴിയട്ടെ സഹോദരിമാരെ, കഴിയട്ടെ സഹോദരി. ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകട്ടെ, ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മനസ്സുകളെ മാറ്റിമറിക്കട്ടെ. വേണ്ട, ഖുർആനിനെ പറ്റി അറിയാൻ പാശ്ചാത്യ ലോകങ്ങളിലേക്ക് പോകണ്ട. ഖുർആനിനെ പറ്റി അറിയാൻ മരണപ്പെട്ടു പോയ മർഹൂമ മറിയം ജമീലയിലേക്കോ മർഹൂമ കമല സുരയ്യയിലേക്കോ പോകണ്ട. എന്റെ സഹോദരി, ഖുർആനിലൂടെ ഉണ്ടായ ഒരു മഹാത്ഭുതത്തെ പറ്റി നിങ്ങൾക്കറിയണോ? ഖുർആനിലൂടെ മാറ്റമുണ്ടായ ഒരു മഹദിയെ പറ്റി നിങ്ങൾക്കറിയണോ? എങ്കിലെന്റെ സഹോദരിമാര്, ഇവിടെ നിന്നൊരു അരമണിക്കൂർ പോലും യാത്ര ചെയ്യണ്ടല്ലോ. പള്ളിക്കൽ എന്ന പ്രദേശത്തേക്കൊന്ന് പോകുമോ? പള്ളിക്കൽ എന്ന പ്രദേശത്തേക്കൊന്ന് പോകുമോ? ആ പള്ളിക്കലേക്ക് ചെന്നാൽ അവിടെ പള്ളിക്കൽ ബനാത്ത് എന്നൊരു സ്ഥാപനമുണ്ട്. ആ പള്ളിക്കൽ ബനാത്തിലേക്ക് ചെന്നാൽ ആമിന ഉമ്മ എന്ന് പേരുള്ള ആ ബനാത്തിന്റെ നടത്തിപ്പുകാരിയെ കാണാൻ കഴിയുന്നതാണ്. ആരാണ് ആമിന ഉമ്മ? ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ മുൻനിർത്തി, ഹദീസ് മുൻനിർത്തി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്തിയ ആമിന ഉമ്മയാണ്. ആ ആമിന ഉമ്മ ഇന്ന് ഖുർആനിന്റെ സ്ഥാപനം നടത്തുകയാണ്. ആമിന ഉമ്മ നടത്തിയ ഖുർആനിന്റെ സ്ഥാപനത്തിൽ നിന്നും ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉൾപ്പെടെ 13 പെൺകുട്ടികളാണ് വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഹാഫിളാത്തുകളായി സമുദായത്തിന് സമർപ്പിക്കപ്പെട്ടതെങ്കിലോ ആമിന ഉമ്മയെ നിങ്ങൾക്കറിയുമോ? ഒരു ദിവസം പള്ളിക്കലേക്കൊന്ന് പോകുമോ? ഒരു ദിവസം ആമിന ഉമ്മയെ ഒന്ന് കാണുമോ? അറിയുമോ? ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ആമിന ഉമ്മ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ ഒരുപാട് സാമുദായിക സംഘടനകള് 100 വിളികൾ ആമിന ഉമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. ഒരു ദിവസം ഒന്ന് വരുമോ? ഒരു മണിക്കൂർ അല്ലാഹനെ പറ്റി ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കൊന്ന് ക്ലാസ് എടുക്കുമോ? കേരളക്കരയിൽ ഒരുപാട് സംഘടനകൾ കാതോർത്തിരിക്കുകയാണ്. ഈ വിനീതം തന്നെ പാലക്കാട് ജില്ലയിലെ ഐഡിയൽ റിലീഫ് കമ്മിറ്റി എന്ന ഒരു സംഘടനയുടെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള പ്രവർത്തകർ കാലുപിടിച്ച് പറഞ്ഞു, ഉസ്താദ് ഒരു ദിവസം ആമിന ഉമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബുക്ക് ചെയ്തു തരുമോ? ട്രെയിനിലോ കാറിലോ സഞ്ചരിക്കേണ്ടതില്ല. തിരുവനന്തപുരത്ത് നിന്നും ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കോയമ്പത്തൂർ വന്ന് അവിടെ നിന്നും 1 മണിക്കൂർ AC കാറിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ കൊല്ലങ്കോട് പ്രദേശത്തേക്ക് വന്ന് 1 മണിക്കൂർ അല്ലാഹനെ പറ്റി ഒന്ന് പറയാൻ ഞങ്ങൾക്ക് തരുമോ? ഇപ്രകാരം കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആമിന ഉമ്മയുടെ 1 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി ജനങ്ങൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, ആരാണ് ആമിന ഉമ്മ എന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് ആമിന ഉമ്മ നിങ്ങൾക്കെന്നറിയുമോ? ആമിന ഉമ്മ നിങ്ങളെപ്പോലെ മുസ്ലിമായി ജനിച്ചവരല്ല. ആമിന ഉമ്മ നിങ്ങളെപ്പോലെ മുസ്ലിം കുടുംബത്തിൽ ബാങ്കും ഇഖാമത്തും കേട്ടുകൊണ്ട് പിറന്നു വീണവരല്ല. പിന്നെയോ ആമിന ഉമ്മ കടക്കല് പ്രദേശത്തുള്ള അറിയപ്പെട്ട സമ്പന്നമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു പിതാവിന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു ആമിന. അന്നവരുടെ പേര് ഗീത എന്നായിരുന്നു. ഗീത എന്ന ഒരു പെൺകുട്ടിയായിരുന്നു വന്നവര്. ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ സ്വന്തമായ ഒരു വിശാലമായ കുടുംബക്ഷേത്രം പോലുമുള്ള ഒരു സമ്പന്നനായ പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രിയായിരുന്നു ഗീത. അതെ, അവരിൽ മാറ്റം വരുത്തുന്ന ഖുർആൻ. ഗീത എന്ന പെൺകുട്ടി ഖുർആൻ അറിയുകയാണ്. ഗീത എന്ന പെണ്ണതാ ഖുർആൻ പഠിക്കുകയാണ്. അങ്ങനെ ഗീത എന്ന പെൺകുട്ടി ആമിന എന്ന മഹദിയായി മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഴികേടിലേക്ക് പോയിക്കൊണ്ടിരുന്ന 100 കണക്കിന് പെൺകുട്ടികൾ ഇസ്ലാമിന്റെ വഴിത്താരയിലേക്ക് കൈപിടിച്ച് നടത്തിച്ചിരിക്കുകയാണ്. അറിയുമോ എന്റെ സഹോദരിമാര്, അങ്ങോട്ട് ചെന്നാൽ ആമിന ഉമ്മ പഴയകാല ചരിത്രങ്ങളായ പിറക്കുന്നതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് പറയുമായിരുന്നു, ഒരു കാലത്ത്
4 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. 4 മണിക്ക് എഴുന്നേറ്റിട്ട് കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുമായിരുന്നു. അവിടേക്ക് പോയി എന്റെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുന്നിൽ മണിക്കൂറുകളോളം പ്രാർത്ഥന നടത്തുമായിരുന്നു. മണിക്കൂറുകളോളം ഞാൻ ഭജനയിരിക്കുമായിരുന്നു. അതേ അന്ന് ഞാൻ ഗീതയായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഞാൻ മനസ്സിലാക്കി ഇന്ന് ഞാൻ ആമിനയായിരിക്കുകയാണ്. ഇന്നും ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഇന്നും ഞാൻ ശരീരം ശുദ്ധിയാക്കുകയാണ്. അതേ ശുഭവസ്ത്രധാരിയാവുകയാണ്. എന്നിട്ട് ഞാൻ കടന്നു പോകുന്നു ആരുടെ മുന്നിലേക്കാണ്? എന്റെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. കഴിയുമോ എന്റെ ഉമ്മ, കഴിയുമോ എന്റെ പെങ്ങളെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരാൻ? അതേ ഇത് ഖുർആനിന്റെ മാറ്റമാണ്. ഇത് ഖുർആനിലൂടെയുള്ള മാറ്റമാണ്. എന്റെ സഹോദരി, പർദ്ദ ധരിക്കാൻ മടിയുള്ള സഹോദരി, നിസ്കരിക്കാൻ മടിയുള്ള സഹോദരി, പർദ്ദ ധരിക്കാതെ പുരുഷന്റെ മുന്നിലോട് ശരീരത്തിന്റെ തുടിപ്പും വെളുപ്പും പുറത്ത് കാട്ടിക്കൊണ്ട് നാണമില്ലാതെ മാതകത്തിടമ്പ് പോലെ നടന്നു നീങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അറിയുമോ ആമിന ഉമ്മയോടൊപ്പം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആമിന ഉമ്മയുടെ 2 പെൺമക്കൾ എന്നതാ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളൊരു മുസ്ലിം ഒപ്പാണെന്ന് അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന സഹോദരിമാരാണ്. നീ ഇന്ന് നിസ്കാരമില്ലാതെ, നീ ഇന്ന് പടച്ചവനെ ഭയമില്ലാതെ മഗ്‌രിബ് ഇശാഇനിടയിലുള്ള സമയത്ത് സീരിയൽ കണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമിന ഉമ്മയുടെ പ്രിയപ്പെട്ട പെൺമക്കളതാ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുകയാണ്. മഗ്‌രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് കഴിയുമോ? നമുക്കെന്തേ ഖുർആനിലൂടെ മാറ്റമില്ലാത്തത്? നമുക്കെന്തേ ഖുർആനുമായി ബന്ധമില്ലാത്തത്? നമുക്കെന്തേ ഖുർആനിലൂടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ കഴിയാത്തത്? എന്റെ ഉമ്മമാരെ, നമുക്ക് മാറ്റമുണ്ടാകട്ടെ. എന്റെ സഹോദരിമാരെ, നമുക്ക് മാറ്റമുണ്ടാകട്ടെ. അതുകൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന വനിത നീ അങ്ങ് മാറ്റുമോ? മംഗളം നീ അങ്ങ് മാറ്റുമോ? മനോരമ നീ അങ്ങ് മാറ്റുമോ? നിന്റെ ജീവിതത്തിന്റെ അധിക ഭാഗവും കവർന്നെടുത്ത ടിവിയുടെ റിമോട്ട് നീ അങ്ങ് മാറ്റുമോ? എന്നിട്ട് എന്റെ പെങ്ങളെ ആ കൈകളിലേക്ക് ഖുർആൻ എടുക്കുമോ? ഖുർആനിലൂടെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുമോ? അവിടെയാ എന്റെ പെങ്ങളെ നിനക്ക് സ്ഥാനമുണ്ടാകുന്നത്. അവിടെയാ എന്റെ പെങ്ങളെ നിന്റെ ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്. അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 4-കിട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുത്ത ചെറുപ്പക്കാരാ, സിനിമാ താരങ്ങൾക്ക്, ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടി ജീവിതവും യൗവനവും സമർപ്പിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ, അറിയുമോടാ ഒരു കാലത്ത് നീ എന്ന ആരാധനാപാത്രങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ മനസ്സിലെ രാജകുമാരന്മാരായ 100 കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. 100 കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. അറിയുമോ, ലോകമറിയപ്പെട്ട ഇടുക്കോട്ടിലെ സിംഹക്കുട്ടിയായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. 100 കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ എന്നും അതാ തങ്ങളുടെ ടീഷർട്ടില് ഏതൊരു മനുഷ്യന്റെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് നടന്നു. അങ്ങനെയുള്ള ആരാധനാപാത്രങ്ങളായ മനുഷ്യരുണ്ടായിരുന്നു. ഇടുക്കോട്ടിലെ സിംഹക്കുട്ടിയായിരുന്ന ക്ലേഷ്യസ് ക്ലേ എന്ന പേരുള്ള മനുഷ്യനെ എന്റെ പൊന്നുമോനെ നിനക്കറിയുമോ? ആ ക്ലേഷ്യസ് ക്ലേ അതാ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഖുർആനിലൂടെ ക്ലേഷ്യസ് ക്ലേ എന്നതാ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇടുക്കൂട്ടിലെ സിംഹക്കുട്ടിയായ മനുഷ്യൻ എന്നതാ മുഹമ്മദ് അലി എന്ന പേരിൽ ഇസ്ലാമിന്റെ ചുണക്കുട്ടിയായി മാറിയിരിക്കുകയാ. കഴിയുമോ ചെറുപ്പക്കാരാ നിനക്കും ഒരു ചുണക്കുട്ടിയാകാൻ? അറിയുമോ, താൻ പങ്കെടുത്ത മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലൊഴികെ സകല മത്സരങ്ങളിലും മെഡൽ നേടിക്കൊണ്ട് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യനായിരുന്ന മൈക്ക് ടൈസൺ എന്ന മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? ഇടുക്കോട്ടിന് പേടി സ്വപ്നമായി
യുദ്ധമായിരുന്നു മൈക്ക് ടൈസൺ. തന്റെ ശത്രുക്കളായ എതിരാളികളുടെ കാതുപോലും പച്ചയ്ക്ക് കടിച്ചു പറിക്കാൻ മടിയില്ലാത്ത മനുഷ്യനായിരുന്നു മൈക്ക് ടൈസൺ എന്ന മനുഷ്യൻ. ഓ മൈക്ക് ടൈസൺ ലഹരിക്ക് അടിമപ്പെട്ടവനായിരുന്നു, ലഹരിക്ക് വേണ്ടി ജീവിതം കൊടുത്തവനായിരുന്നു. എന്നാൽ അറിയുമോ, ആ മൈക്ക് ടൈസൺ മയക്കുമരുന്നിന് അടിമയായതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരികയാണ്. ഈ സമയത്ത് മൈക്ക് ടൈസന്റെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തുകയാണ്. ആ മൈക്ക് ടൈസൺ ഖുർആൻ പഠിക്കുകയാണ്. അറിയുമോ, ഇന്ന് ആ മൈക്ക് ടൈസൺ മലിക് അബ്ദുൽ അസീസ് എന്ന പേരില് ഇസ്ലാമിന്റെ വെള്ളരി പ്രാവായി മാറിയിരിക്കുകയാ. അങ്ങനെ എത്രയോ മനുഷ്യരുടെ മാറ്റം വരുത്തി ഖുർആൻ. എ.ആർ. റഹ്മാന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, മൈക്കിൾ ജാക്സന്റെയും ബോബ് മാർലിയുടെയും റോക്ക് മ്യൂസിക്കും പോപ്പ് മ്യൂസിക്കും കാതിലേക്ക് തിരികെ വെച്ചിട്ട് ജീവിതത്തിന്റെ ഒരുപാട് സമയം അതിനുവേണ്ടി കൊടുക്കുന്ന പൊന്നുമോനെ, അറിയുമോടാ, ഒരു കാലത്ത് പോപ്പ് മ്യൂസിക്കിന്റെ രാജകുമാരനായിരുന്ന രണ്ടാം മൈക്കിൾ ജാക്സൺ എന്ന അപരനാമധേയത്താൽ അറിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതേ കെ സ്റ്റീഫൻ എന്ന ഒരു മനുഷ്യനാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആരാധകരാണ്. അവരുടെ എല്ലാം സിരകളിലൂടെ പോപ്പ് മ്യൂസിക്കിന്റെയും റോക്ക് മ്യൂസിക്കിന്റെയും ലഹരി പടർത്തിവിട്ടതായ കെ സ്റ്റീഫൻ എന്ന മനുഷ്യരുണ്ടല്ലോ, അദ്ദേഹം രോഗബാധിതനായ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു മുസ്ലിമായ സഹോദരൻ കാണാൻ വരുമ്പോൾ ഒരു ഖുർആനിന്റെ ഇംഗ്ലീഷ് പ്രതിയും കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ തലയണക്കരികിൽ വെച്ച് പോവുകയാണ്. വെറുതെ കിടന്നു മുഷിയുമ്പോൾ കെ സ്റ്റീഫൻ അതാ ഖുർആൻ തുറന്നു നോക്കുകയാണ്. എത്രയോ നല്ല വാചകങ്ങളാണ്, എത്രയോ നല്ല വചനങ്ങളാണ്, മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന എത്രയോ നല്ല നല്ല ദിവ്യസൂക്തങ്ങളാണ്. അത് ആ കെ സ്റ്റീഫനിൽ മാറ്റം വരികയാണ്. ഒരു കാലത്ത് ലോകം മുഴുവനും മ്യൂസിക്കിന് വേണ്ടി യാത്ര നടത്തി. അതേ അന്ന് ഞാൻ ഗീതയായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഞാൻ മനസ്സിലാക്കി ഇന്ന് ഞാൻ ആമിനയായിരിക്കുകയാണ്. ഇന്നും ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഇന്നും ഞാൻ ശരീരം ശുദ്ധിയാക്കുകയാണ്. അതേ ശുഭവസ്ത്രധാരിയാവുകയാണ്. എന്നിട്ട് ഞാൻ കടന്നു പോകുന്നു ആരുടെ മുന്നിലേക്കാണ്? എന്റെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. കഴിയുമോ എന്റെ ഉമ്മ, കഴിയുമോ എന്റെ പെങ്ങളെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരാൻ? അതേ ഇത് ഖുർആനിന്റെ മാറ്റമാണ്, ഇത് ഖുർആനിലൂടെയുള്ള മാറ്റമാണ്. എന്റെ സഹോദരി, പർദ്ദ ധരിക്കാൻ മടിയുള്ള സഹോദരി, നിസ്കരിക്കാൻ മടിയുള്ള സഹോദരി, പർദ്ദ ധരിക്കാതെ പുരുഷന്റെ മുന്നിലോട് ശരീരത്തിന്റെ തുടിപ്പും വെളുപ്പും പുറത്ത് കാട്ടിക്കൊണ്ട് നാണമില്ലാതെ മാതകത്തിടമ്പ് പോലെ നടന്നു നീങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അറിയുമോ, ആമിന ഉമ്മയോടൊപ്പം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആമിന ഉമ്മയുടെ 2 പെൺമക്കൾ എന്നതാ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളൊരു മുസ്ലിമത്താണെന്ന് അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന സഹോദരിമാരാണ്. നീ ഇന്ന് നിസ്കാരമില്ലാതെ, നീ ഇന്ന് പടച്ചവന ഭയമില്ലാതെ മഗ്രിബ് ഇശാഇനിടയിലുള്ള സമയത്ത് സീരിയൽ കണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമിന ഉമ്മയുടെ പ്രിയപ്പെട്ട പെൺമക്കളതാ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുകയാണ്. മഗ്രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് കഴിയുമോ? നമുക്കെന്തേ ഖുർആനിലൂടെ മാറ്റമില്ലാത്തത്? നമുക്കെന്തേ ഖുർആനുമായി ബന്ധമില്ലാത്തത്? നമുക്കെന്തേ ഖുർആനിലൂടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ കഴിയാത്തത്? എന്റെ ഉമ്മമാരെ, നമുക്ക് മാറ്റമുണ്ടാകട്ടെ. എന്റെ സഹോദരിമാരെ, നമുക്ക് മാറ്റമുണ്ടാകട്ടെ. അതുകൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന വനിത നീ അങ്ങ് മാറ്റുമോ? മംഗളം നീ അങ്ങ് മാറ്റുമോ? മനോരമ നീ അങ്ങ് മാറ്റുമോ? നിന്റെ ജീവിതത്തിന്റെ അധിക ഭാഗവും കവർന്നെടുത്ത ടിവിയുടെ റിമോട്ട് നീ അങ്ങ് മാറ്റുമോ? എന്നിട്ട് എന്റെ പെങ്ങളെ ആ കൈകളിലേക്ക് ഖുർആൻ എടുക്കുമോ? ഖുർആനിലൂടെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുമോ? അവിടെയാ എന്റെ പെങ്ങളെ നിനക്ക് സ്ഥാനമുണ്ടാകുന്നത്. അവിടെയാ എന്റെ പെങ്ങളെ നിന്റെ ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്. അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
നാലാംകിട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുത്ത ചെറുപ്പക്കാരാ, സിനിമാ താരങ്ങൾക്ക്, ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടി ജീവിതവും യൗവനവും സമർപ്പിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ, അറിയുമോടാ ഒരു കാലത്ത് നീ എന്ന ആരാധനാ പാത്രങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ മനസ്സിലെ രാജകുമാരന്മാരായ നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു, നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. അറിയുമോ, ലോകമറിയപ്പെട്ട ഇടുക്കൂട്ടിലെ സിംഹക്കുട്ടിയായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ എന്നും അതാ തങ്ങളുടെ ടീഷർട്ടില് ഏതൊരു മനുഷ്യന്റെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് നടന്നു. അങ്ങനെയുള്ള ആരാധനാ പാത്രങ്ങളായ മനുഷ്യരുണ്ടായിരുന്നു. ഇടുക്കൂട്ടിലെ സിംഹക്കുട്ടിയായിരുന്ന ക്ലേഷ്യസ് ക്ലേ എന്ന പേരുള്ള മനുഷ്യനെ എന്റെ പൊന്നുമോനെ നിനക്കറിയുമോ? ആ ക്ലേഷ്യസ് ക്ലേ അതാ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഖുർആനിലൂടെ ക്ലേഷ്യസ് ക്ലേ എന്നതാ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇടുക്കൂട്ടിലെ സിംഹക്കുട്ടിയായ മനുഷ്യൻ എന്നതാ മുഹമ്മദ് അലി എന്ന പേരിൽ ഇസ്ലാമിന്റെ ചുണക്കുട്ടിയായി മാറിയിരിക്കുകയാ. കഴിയുമോ ചെറുപ്പക്കാരാ നിനക്കും ഒരു ചുണക്കുട്ടിയാകാൻ? അറിയുമോ, താൻ പങ്കെടുത്ത മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലൊഴികെ സകല മത്സരങ്ങളിലും മെഡൽ നേടിക്കൊണ്ട് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യനായിരുന്ന മൈക്ക് ടൈസൺ എന്ന മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? ഇടുക്കൂട്ടിന് പേടി സ്വപ്നമായിരുന്നു മൈക്ക് ടൈസൺ. തന്റെ ശത്രുക്കളായ എതിരാളികളുടെ കാതുപോലും പച്ചയ്ക്ക് കടിച്ചു പറിക്കാൻ മടിയില്ലാത്ത മനുഷ്യനായിരുന്നു മൈക്ക് ടൈസൺ എന്ന മനുഷ്യൻ. ഓ മൈക്ക് ടൈസൺ ലഹരിക്ക് അടിമപ്പെട്ടവനായിരുന്നു, ലഹരിക്ക് വേണ്ടി ജീവിതം കൊടുത്തവനായിരുന്നു. എന്നാൽ അറിയുമോ, ആ മൈക്ക് ടൈസൺ മയക്കുമരുന്നിന് അടിമയായതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരികയാണ്. ഈ സമയത്ത് മൈക്ക് ടൈസന്റെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തുകയാണ്. ആ മൈക്ക് ടൈസൺ ഖുർആൻ പഠിക്കുകയാണ്. അറിയുമോ, ഇന്ന് ആ മൈക്ക് ടൈസൺ മലിക് അബ്ദുൽ അസീസ് എന്ന പേരിൽ ഇസ്ലാമിന്റെ വെള്ളരി പ്രാവായി മാറിയിരിക്കുകയാ. അങ്ങനെ എത്രയോ മനുഷ്യരുടെ മാറ്റം വരുത്തി ഖുർആൻ. എ.ആർ. റഹ്മാന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, മൈക്കിൾ ജാക്സന്റെയും ബോബ് മാർലിയുടെയും റോക്ക് മ്യൂസിക്കും പോപ്പ് മ്യൂസിക്കും കാതിലേക്ക് തിരികെ വെച്ചിട്ട് ജീവിതത്തിന്റെ ഒരുപാട് സമയം അതിനുവേണ്ടി കൊടുക്കുന്ന പൊന്നുമോനെ, അറിയുമോടാ ഒരു കാലത്ത് പോപ്പ് മ്യൂസിക്കിന്റെ രാജകുമാരനായിരുന്ന 2ാം മൈക്കിൾ ജാക്സൺ എന്ന അപരനാമധേയത്താൽ അറിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതേ കെ സ്റ്റീഫൻ എന്ന ഒരു മനുഷ്യനാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആരാധകരാണ്. അവരുടെ എല്ലാം സിരകളിലൂടെ പോപ്പ് മ്യൂസിക്കിന്റെയും റോക്ക് മ്യൂസിക്കിന്റെയും ലഹരി പടർത്തിവിട്ടതായ കെ സ്റ്റീഫൻ എന്ന മനുഷ്യരുണ്ടല്ലോ, അദ്ദേഹം രോഗബാധിതനായ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു മുസ്ലിമായ സഹോദരൻ കാണാൻ വരുമ്പോൾ ഒരു ഖുർആനിന്റെ ഇംഗ്ലീഷ് പ്രതിയും കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ തലയണക്കരികിൽ വെച്ച് പോവുകയാണ്. വെറുതെ കിടന്നു മുഷിയുമ്പോൾ കെ സ്റ്റീഫൻ അതാ ഖുർആൻ തുറന്നു നോക്കുകയാണ്. എത്രയോ നല്ല വാചകങ്ങളാണ്, എത്രയോ നല്ല വചനങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന എത്രയോ നല്ല നല്ല ദിവ്യസൂക്തങ്ങളാണ്. അത് ആ കെ സ്റ്റീഫനിൽ മാറ്റം വരികയാണ്. ഒരു കാലത്ത് ലോകം മുഴുവനും മ്യൂസിക്കിന് വേണ്ടി യാത്ര നടത്തിയ കെ സ്റ്റീഫൻ അല്ലല്ലോ, ഇന്ന് യൂസുഫ് അൽ ഇസ്ലാം എന്ന പേരിൽ ലോകം മുഴുവനും യാത്ര നടത്തുകയാണ്. ലോകം മുഴുവനും യാത്ര നടത്തുകയാണ്. എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പ്രചരിപ്പിക്കാൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാൻ. നമ്മില് മാറ്റമുണ്ടോ? നമുക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഖുർആനിലൂടെ നമുക്ക് മാറ്റമില്ല, ഖുർആനുമായി നമുക്ക് ബന്ധമില്ല. അറിയുമോ, ഒരു ഡിസംബർ 6 കടന്നുപോയതാണ്. ബാബരി മസ്ജിദിന്റെ വേദനിക്കുന്ന ഓർമ്മകൾ നമ്മൾ അയവിറക്കിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥാസ്ഥാനത്ത് ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിയുമോ, 1992 ഡിസംബർ 6 കറുത്ത ബുധനാഴ്ച 11:30
45-നും ബാബരി മസ്ജിദിന്റെ താഴക കുടങ്ങളിലേക്ക് ചാടിക്കേറിയ വർഗീയ പരിവാരങ്ങളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ബൽബീർ സിംഗ് എന്നും യോഗീന്ദർ സിംഗ് എന്നും പേരുള്ള 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരും ബാബരി പള്ളിയെ ഇടിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. അവസാനം പള്ളിയുടെ പുറമോടിയെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് പള്ളിയുടെ അകംഭാഗം ഇങ്ങനെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് നിന്ന് നിസ്കരിക്കുന്ന മിഹ്റാബിന്റെ ഭാഗത്ത് നിന്നും 2 കല്ലുകൾ ആ ചെറുപ്പക്കാർ ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഭാരമുള്ള 2 കരിങ്കൽ കഷണങ്ങൾ തങ്ങളുടെ ബാഗിലേക്ക് അവരിറക്കി വെക്കുകയാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ആ കരിങ്കൽ കഷണങ്ങൾ തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാ. എന്തിനെന്നറിയുമോ? ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും അതിൽ മലമൂത്ര വിസർജനം നടത്താൻ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്നും ഇമാമ് നിന്ന മിഹ്റാബിൽ നിന്നും 2 കല്ലുകൾ ഇളക്കിയെടുത്തു കൊണ്ടുപോയി സകല മനുഷ്യർക്കും മലമൂത്ര വിസർജനം ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുത്ത യോഗീന്ദർ സിംഗ് എന്നും ബൽബീർ സിംഗ് എന്നും പേരുള്ള 2 ചെറുപ്പക്കാരാണ്. അതേ എന്റെ സഹോദരങ്ങളെ, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലേക്കൊന്ന് പോകുമോ, പുലത്തെ എന്ന ജില്ലയിലേക്കൊന്ന് പോകുമോ, അവിടെ ചെന്ന് ബൽബീർ സിംഗിനെയും യോഗീന്ദർ സിംഗിനെയും ഒന്ന് കാണണമെന്ന് നാട്ടുകാരോട് ആവശ്യപ്പെടുമോ? ആ നാട്ടുകാര് നിന്നെ 2 പേരുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? നെഞ്ചുവരെ ദാടി വളർത്തിയവരാണ്, തലപ്പാവ് കെട്ടിയവരാണ്, സുന്നത്തായി വേഷം ധരിച്ചവരാണ്. മുസ്ലിം ഗല്ലികളിലേക്ക് കടന്നു ചെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ആമിറെന്നും ഉമറെന്നും പേരുള്ള 2 മനുഷ്യരുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാ. ആരാണ് ആമിറെന്നറിയുമോ ചെറുപ്പക്കാരാ? ആരാണ് ഉമറെന്നറിയുമോ ചെറുപ്പക്കാരാ? അതേ 21 വർഷം മുമ്പ് ബാബരിയിലേക്ക് ചാടിക്കേറിയ ബൽബീർ സിംഗ് ഉണ്ടല്ലോ, ബാബരിയിലേക്ക് ചാടിക്കേറിയ യോഗീന്ദർ സിംഗ് ഉണ്ടല്ലോ, കല്ലളക്കി കൊണ്ടുപോയി മലമൂത്ര വിസർജനം നടത്തിയവരുണ്ടല്ലോ. അതേ അവര് ഖുർആൻ പഠിക്കുകയാണ്. മൗലാന കലീം സിദ്ദീഖി എന്ന മഹാനിൽ നിന്നും അവര് ഖുർആൻ പഠിക്കുകയാണ്. അവര് ഖുർആൻ മനസ്സിലാക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇന്നവാ ഖുർആനിന്റെ പ്രചാരകരായി മാറിയിരിക്കുകയാ. കഴിയുമോ സഹോദരങ്ങളെ? നമുക്കെന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നു? നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ എന്ത് സ്വാധീനം ചെലുത്തുന്നു? അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ പൊടിപടലങ്ങൾക്കിടയിൽ കിടക്കുന്ന ഖുർആനിന് സ്ഥാനചലനമുണ്ടാകട്ടെ. പള്ളികളിൽ കബർ പോലും ഇളക്കാതിരിക്കുന്ന വിശുദ്ധ ഖുർആൻ സ്ഥാനചലനമുണ്ടാകട്ടെ. ഖുർആൻ പഠിക്കുവാൻ, ഖുർആൻ പാരായണം നടത്തുവാൻ, ഖുർആൻ പ്രാവർത്തികമാക്കുവാൻ, ഖുർആൻ പ്രചാരണം നടത്തുവാൻ കരുണക്കടലായ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥാ. ഖുർആനിലൂടെ വന്ന മാറ്റമാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടന്ന മനുഷ്യർ, അവരിൽ പോലും മാറ്റം ഉണ്ടായി. അവരെല്ലാം ഇന്ന് ഖുർആനിന്റെ വക്താക്കളായി മാറിയെങ്കിൽ എന്തേ സഹോദരങ്ങളെ നമുക്ക് കഴിയാത്തത്? ലോകം ഇന്ന് ഖുർആനിലുണ്ടായ മാറ്റത്തിനാ കൊതിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മോചനം എവിടെയാണ്? ഇന്ത്യ രാജ്യം ആരിലൂടെയാണ് മോചിപ്പിക്കപ്പെടുന്നത്? എല്ലാവരും ഇന്നിങ്ങനെ അതിനെപ്പറ്റി തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക, തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ മോചനോടെ പലരും പറയുന്നു, ഈ കയ്യിലോട്ട് വെച്ചാൽ അത് ഇവിടെ അങ്ങ് സുഭദ്രമാവുന്ന, അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, വലിച്ചു കീറി 4 കഷണമാക്കി ഇനി തരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ മോചനം എവിടെയാ? ഇന്ത്യ രാജ്യത്തിന്റെ മോചനം, അല്ലേ? അഴിമതി ഒരു പ്രശ്നമാണ്, കൈക്കൂലി ഒരു പ്രശ്നമാണ്, വർഗീയ കലാപങ്ങൾ ഒരു പ്രശ്നമാണ്, ആരാധനാലയങ്ങൾ തല്ലി തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിട്ട് ഈ സമുദായത്തിലെ, ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ അവകാശങ്ങൾ തള്ളിക്കളയുന്നത് ഒരു പ്രശ്നമാണ്. ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിലെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള വഖഫ് ബോർഡിന്റെ വസ്തുവകകൾ പോലും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാവ
പാവപ്പെട്ട ദലിത് സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ പട്ടിണി കൊണ്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇന്ത്യ രാജ്യത്തിനൊരു മോചനം ഉള്ളത്? ഇന്ത്യ രാജ്യത്തിന്റെ മോചനം എവിടെയാ? ഇനിയിപ്പോ ജനുവരി 26 വരും അല്ലെ? ഒരു മാസം കഴിയുമ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗാന്ധിയന്മാരും രാഷ്ട്രീയ മേലാളന്മാരും മണിക്കൂറുകളോളം മൈക്ക് കടിച്ചു പറിച്ച് പ്രഭാഷണം നടത്തും. ഇന്ത്യ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഗാന്ധിയൻ സംസ്കാരങ്ങളിൽ മടങ്ങണമെന്ന്. ഇന്ത്യ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് മടങ്ങണം. തെറ്റൊന്നുമില്ല, ശരിയാണ്, ആയിക്കോട്ടെ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യ രാജ്യത്തുള്ള സർവ്വ മനുഷ്യരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് തന്നെയാണ്. എന്നാൽ എല്ലാവരും പറയുന്നു അദ്ദേഹം സ്വപ്നം കണ്ട് ഇന്ത്യയിലേക്ക് പോകണം. പക്ഷേ ഗാന്ധി സ്വപ്നം കണ്ട് ഇന്ത്യ ഏതാ അത് പറയാൻ ആരും തയ്യാറല്ല. ഗാന്ധി സ്വപ്നം കണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഗാന്ധി സ്വപ്നം കണ്ട് ഇന്ത്യ ഏതാ അത് പറയാൻ ആരും തയ്യാറാവില്ല. അത് നമ്മളെങ്കിലും അറിയണം. ഗാന്ധി സ്വപ്നം കണ്ട് ഇന്ത്യ ഏതാ? ഗാന്ധി സ്വപ്നം കണ്ട് ഇന്ത്യ ഏതാണ്? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മൈ ഓട്ടോബയോഗ്രാഫി, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ഇഫ് ഇന്ത്യ ഹാസ് ടു ഇംപ്രൂവ്, ഇന്ത്യ രക്ഷപ്പെടണോ, ഇന്ത്യ രാജ്യം ഗതി പിടിക്കണോ, അഴിമതിയില്ലാത്ത, കൈക്കോലിയില്ലാത്ത, വർഗീയ കലാപങ്ങളില്ലാത്ത, വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളാത്ത ഒരു ഇന്ത്യ രാജ്യം നിങ്ങൾക്ക് കാണണോ എങ്കിൽ ഇറ്റ് ഷുഡ് ബി റൂൾഡ് ബൈ എ ഡിക്റ്റാറ്റർ ആസ് ഓണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് ആസ് ഹസ്രത്ത് ഉമർ. ഉമറിനെ പോലെ ഒരു അധികാരി ഇന്ത്യക്ക് ഉണ്ടാകട്ടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന ആസ്ഥാനമാക്കിക്കൊണ്ട് ലോകത്തിന്റെ 4/3 ഭാഗത്തെയും ഭരിച്ച മഹാനായ അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലേക്ക് ഇന്ത്യ രാജ്യം മടക്കപ്പെടട്ടെ. The best thing that happened to India. ഇന്ത്യയിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം അതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യം ഉമറിനെ പോലെ ഈമാനും ആവേശവുമുള്ള ഒരാളുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ചെന്നെത്തലാണ്. ഇന്ത്യ രാജ്യം ഉമറിന് വേണ്ടി കുതിക്കുന്നു. ലോകം അറിയപ്പെട്ട ചക്രവർത്തിമാരുണ്ടായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത്, എനിക്കിനി ജീവിതത്തിൽ 2 ആഗ്രഹങ്ങളെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം സാധിക്കപ്പെട്ടു, എനിക്ക് സാധിക്കാൻ ഇനി 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന്, ഐ വാണ്ട് ടു റെയിൻ ദ ഹോൾ വേൾഡ്, ലോകം മുഴുവനും എനിക്ക് ഭരിക്കണം, ലോകം മുഴുവനും എന്റെ കാൽ കീഴിലാക്കണം. അതെന്റെ അടക്കാനാകാത്തൊരാഗ്രഹമാണ്. എന്റെ 2ാമത്തെ ആഗ്രഹം, അങ്ങനെ ലോകം മുഴുവൻ ഞാൻ ഭരണം നടത്തുമ്പോൾ ആ ഭരണം ലൈക്ക് ഹസ്രത്ത് ഉമർ, ആ ഭരണം ഉമറിന്റെ ഭരണമായിരിക്കണം. ഉമറിന്റെ ഭരണത്തിന് ഇത്രത്തോളം സ്ഥാനമുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ എഴുത്തുകാരൻ സർ തോമസ് ഹാർട്ട്ലി ഒരു പുസ്തകം എഴുതി, ദ സ്വേർഡ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ്, നീതിയുടെ പടവാൾ. നീതിയുടെ പടവാൾ ആരെ പറ്റിയ? മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. ഇനിയിപ്പോ നബിദിനം വരുമ്പോൾ നബിദിന സദസ്സുകളെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്, ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട് അല്ലേ? അദ്ദേഹം ഒരു പുസ്തകം എഴുതി, The 100 a ranking of the most influential persons in history. ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. 100 പേരെ പറ്റി പുസ്തകം എഴുതി. അതിൽ 2 മുസ്ലിങ്ങളെ പേരെ വന്നത്. 100 പേരെ പറ്റി പുസ്തകം എഴുതിയിട്ട് 2 മുസ്ലിങ്ങളെ പേരെ വന്നുള്ളൂ. അതിൽ ഒന്നാമതായി തന്നെ കൊണ്ടുവന്നു മഹാനായ സയ്യിദുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ശേഷം വന്നത് 49ാമത്തെ പ്രാവശ്യം 49ാമത്തെ പാഠത്തിൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ആദരിക്കുന്നുണ്ട്. എല്ലാവരും ആ ഭരണത്തിന് വേണ്ടി കുതിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉമർ ആരായിരുന്നെന്നറിയോ? എല്ലാ ദിവസവും രാവിലെ ഉമറിന്റെ പിതാവ്, ഉമറിന്റെ വാപ്പ ഖത്താബ് 100 ഒട്ടകങ്ങളെയും കയ്യിൽ കൊടുത്തിട്ട് പറയും, ഒട്ടകത്തെ മേയിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ 100 ഒട്ടകങ്ങളെയും കൊണ്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ചുകൊണ്ട് ഉമർ പോകും ബത്ഹായിന്റെ താഴ്വരയിലേക്ക്. അങ്ങനെ പോയി ഒരു പകല് മുഴുവനും ഒട്ടകത്തെ മേയിച്ചിട്ട് വൈകുന്നേരം ഉമർ വീട്ടിലേക്ക് മടങ്ങി വരും. വീട്ടിലേക്ക് മടങ്ങി വന്നു.
പിതാവ് വാപ്പ ഖത്താബ് ഇങ്ങനെ വാതിൽക്കൽ തന്നെ ഇരിപ്പുണ്ട്. ഉമർ ഇങ്ങനെ ഒട്ടകങ്ങളുമായി വരുന്നു. ഒട്ടകത്തെഴുത്തിലേക്ക് ഒട്ടകങ്ങളെ കേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വാപ്പയായ ഖത്താബ് വന്നിട്ട് ഓരോ ഒട്ടകങ്ങളുടെ എണ്ണം എടുക്കും, എല്ലാ ഒട്ടകങ്ങളും ഉണ്ടോ എന്നറിയാൻ. എന്നാൽ രാവിലെ 100 ഒട്ടകങ്ങളുമായി പോയ ഉമർ വൈകുന്നേരം തിരിച്ചു വന്നപ്പോ 98 ഒട്ടകങ്ങളേ ഉള്ളൂ. 2 ഒട്ടകങ്ങൾ കാണാതെ പോയി. 2 ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഈ സമയത്ത് ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവാർ എടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഉമർ റളിയല്ലാഹുവിനെ അടിക്കും. 2 ഒട്ടകങ്ങളെ മേയ്ക്കാൻ അറിയില്ലാത്ത മരമണ്ടനാണോടാ നീ എന്ന് ചോദിച്ച് അടിക്കും. 2 ഒട്ടകങ്ങളെ മേയ്ക്കാൻ അറിയാതെ പോയ ഉമർ ആരായി മാറി? ലോകത്തിന്റെ 4/3 ഭാഗങ്ങളും ലോകത്തിന് മുഴുവനും ഉദാഹരണമാകുന്ന രീതിയിൽ ഭരണം നടത്തിയ മാതൃകാപരനായ ഒരു ചക്രവർത്തിയായി മാറി. ഉമറിന്റെ ജോലി എന്തായിരുന്നു? മക്കയിലെ വർഗീയവാദികളായ രാഷ്ട്രീയ വക്താക്കളുടെ കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. അബൂജഹലിനും അബൂ സുഫിയാനും മുത്തുബത്തിനും ഷൈബത്തിനും ഒക്കെ ഏതെങ്കിലും പ്രതിയോഗികളെ കൊല്ലണമെങ്കിൽ ഉമറിനെ വിളിക്കും. ഉമറിനെ വിളിച്ചിട്ട് പറയും, ഉമറെ ഇത്ര രൂപ തന്നേക്കാം, പോയി അവരെ ഇങ്ങ് കൊന്നിട്ട് വരാൻ പറയും. കാല് വേണോ, തല വേണോ, കൈ വേണോ പറയുന്നതിന് കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു കൊടുക്കും. അതിന് മിടുക്കനാ ഉമർ. എല്ലാവർക്കും ഉമറിനെ പേടിയാ. അങ്ങനെ മക്കയിലെ കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. ആ മഹാനായ ഉമറിനെ ഒരിക്കൽ ഇതാ ഖുറൈശി പ്രമുഖന്മാര് വിളിക്കുകയാണ്. എന്നിട്ട് ഉമറിനോട് പറയുന്നു, ഉമറേ, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരാളുടെ തലയറുക്കണം ഉമറേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് 100 ഒട്ടകങ്ങളെ കൊടുക്കാമെന്ന് ഖുറൈശികൾ സമ്മതിക്കുകയാണ്. എന്നിട്ട് ഉമറിനോട് പറയുന്നു, ഉമറേ, ആരെയാണ് നീ കൊല്ലേണ്ടതെന്നറിയുമോ ഉമറേ? അത് വേറെ ആരെയുമല്ല ഉമറേ, അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയറുക്കണം ഉമറേ. അള്ളാന്റെ ഹബീബിന്റെ തലയെറുക്കാൻ ഉമറിന് കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഉമർ കൊട്ടേഷനും ഏറ്റെടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് കയറി ശരവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഉമറിനെ ഒരു കൂട്ടുകാരൻ കാണുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉടൻ തന്നെ മഹാനവറുകൾ ചോദിച്ചു, ഉമറേ, ഐന തുരീദു യാ ഉമർ? ഉമറേ, എവിടേക്ക് പോകുന്നു ഉമറേ? ഉടവാളും ഒരു ഉയർത്തി പിടിച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ശരവേഗത്തേക്ക് എവിടേക്ക് പാഞ്ഞു പോകുന്നു ഉമർ. ഉടൻ തന്നെ മഹാനായ ഉമർ കുതിരയുടെ കടിഞ്ഞാൻ വലിക്കുകയാണ്. എന്നിട്ട് ഉമർ പറയുന്നു, അല്ലയോ സഅദേ, ഉരീദു ഹാദാ സബീല്ലദീ ഫറഖ അംറ ഖുറൈശ്. ഖുറൈശികളുടെ വിശ്വാസങ്ങൾ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ, ഖുറൈശികളുടെ ആചാരങ്ങൾ അനാചാരങ്ങളെന്ന് പറഞ്ഞ, ഖുറൈശിയുടെ നേതാക്കന്മാർ സ്വേച്ഛാധിപതികളെന്ന് പറഞ്ഞ, ഇത്രയും നാൾ നമ്മൾ അടിമകളെ പോലെ കഴിഞ്ഞ മനുഷ്യരുണ്ടല്ലോ, അവർക്കെല്ലാം സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ മുഹമ്മദിനെ തിരക്കിക്കൊണ്ട് ഞാൻ പോകുന്നു സഅദ്. എന്തിനെന്നറിയുമോ? ഫഅഖ്തുലുഹു, ആ മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാണ്. ആ മുഹമ്മദിന്റെ തലയറുക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു രഹസ്യമായി മുസ്ലിമായ സ്വഹാബിയാണ്. മഹാനവറുകൾ ചോദിച്ചു, ഉമറേ, നീ എങ്ങാനും അല്ലാഹുവിന്റെ ഹബീബിനെ കൊന്നു കളഞ്ഞ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരായ അബ്ദു മനാഫ് കുടുംബക്കാര് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നോ ഉമർ? താരിഖീക തംശി അലൽ അർള്, ഭൂമിയിലൂടെ സ്വസ്ഥമായി നടന്ന് നീങ്ങാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാര് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഉമറേ? നീ ആ ഹബീബിനെ കൊല്ലാൻ പോകുന്നെങ്കിൽ അതിനേക്കാൾ ആദ്യം നീ നന്നാക്കേണ്ടത് ആരെയെന്നറിയുമോ ഉമർ? അഫലോ തർജു ഇലാ അഹ്ലിക ഫഖൗം അംറഹും. ഏ ഉമറേ,
ഉമറേ, എങ്കിലും നീ ആദ്യം പോകേണ്ടുന്നത് നിന്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ് ഉമറേ. അവരെ നന്നാക്കും ഉമറേ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായി ഉമറേ. നിന്റെ സഹോദരിയുടെ ഭർത്താവ് ഫാത്തിമയുടെ ഭർത്താവും മുസ്ലിമായി ഉമറേ. ആദ്യം അവരെ നന്നാക്കും ഉമറേ, എന്നിട്ട് നീ ബാക്കിയുള്ളവരെ നന്നാക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യമായി തന്റെ സഹോദരി മുസ്ലിമായി, തന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോ കഥ അടച്ചിട്ടിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു കഥകിന്റെ അടുത്തേക്ക് ഇങ്ങനെ നിന്നപ്പോൾ അകത്തുനിന്ന് എന്തോ ഒരു ചെറിയ ശബ്ദം, എന്തോ ഇങ്ങനെ വായിക്കുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു കഥക് ഇങ്ങനെ തട്ടി, ഇഫ്തഹി യാ ഫാത്തിമ, എടി ഫാത്തിമ കഥക് തുറക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഉമർ ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദിച്ചു. പെട്ടെന്ന് വീട്ടിനകത്തിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി ഉമർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവരിങ്ങനെ ഉമർ ഇങ്ങനെ കഥകിൽ തട്ടി കഥക് തുറക്കുന്നില്ല. രണ്ടാമത് വീണ്ടും ഉമർ ഇങ്ങനെ കഥകിൽ തട്ടി, ഇഫ്തഹി യാ ഫാത്തിമ, എടി ഫാത്തിമ കഥക് തുറക്കാൻ ഉമർ ഇങ്ങനെ തട്ട്. അകത്തുനിന്ന് ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്ത് ശബ്ദവാ? മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയും ഭർത്താവും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉസ്താദ് വന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാണ്. ഖുർആനിന്റെ മജ്ലിസ് നടക്കുക. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഈ സമയത്ത് ഉമർ വന്ന് തുറക്കുന്ന. 2 പ്രാവശ്യം ഉമർ തട്ടി. ഉമറാണ് വന്നിരിക്കുന്നതെന്ന് സഹോദരി വിളിച്ചു പറഞ്ഞു. ഖുർആൻ പഠിപ്പിക്കാൻ വന്ന സ്വഹാബി ഉണ്ടല്ലോ ഉസ്താദ് നിന്നിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഉമർ വന്നിട്ടുണ്ടോ? പാവപ്പെട്ടവൻ ഖുർആനൊന്നും എടുക്കാൻ നിന്നില്ല. കാരണം താൻ ഇവിടെ ഖുർആൻ പഠിപ്പിക്കാനാ വന്നതെന്നറിഞ്ഞാല് ഉമറിന്റെ കയ്യിൽ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഉമർ ആദ്യം എന്നെ പീസാക്കും. അതുകൊണ്ട് ഓടി. ഖുർആനൊന്നും എടുക്കാൻ നിന്നില്ല. അടുക്കളയുടെ ഭാഗത്തൊക്കെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമായിരുന്നു. എവിടെയോ കയറി ഒളിച്ചിരുന്നു പാവപ്പെട്ടവൻ. ഉമറിന്റെ സഹോദരി കഥകു തുറക്കണം. 2 പ്രാവശ്യം ഉമർ തട്ടി. ദേഷ്യത്തിലാന്ന് മനസ്സിലായി. ഇനി തട്ടലൊന്നും ഉണ്ടാവൂല, ചവിട്ടിപ്പൊളിച്ചകത്തു വരലായിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പേ കഥ തുറന്നേ പറ്റുള്ളൂ. ഉമറിന്റെ സഹോദരി ചെന്ന് കഥകു തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിനുള്ളിലേക്ക് വന്നു. എടി ഫാത്തിമ നീ മുസ്ലിമായോ എന്ന് ചോദിച്ച് മറുപടി പറയുന്നതിന് മുമ്പേ അടി അങ്ങ് തുടങ്ങി. മുസ്ലിമായോ എന്നും ചോദിച്ചിട്ട് അടി അങ്ങോട്ട് തുടങ്ങി. തടസ്സം പിടിക്കാമെന്ന തന്റെ അളിയനെ, സഹോദരി ഭർത്താവിനെ അടിച്ചു. കയ്യിൽ എന്തൊക്കെ കിട്ടിയോ അതൊക്കെ എടുത്ത് 2 പേരുടെയും ശരീരത്തിൽ ഒരുപാട് മർദ്ദിച്ചു ഉമർ. 2 പേരുടെയും ശരീരം പൊട്ടിയൊഴുകി, തല പൊട്ടിയൊഴുകി, താടി പൊട്ടിയൊഴുകി, ശരീരം മുഴുവനും രക്തമായി. അവസാനം 2 പേരും 2 വശത്തേക്ക് തളർന്നു വീണു. ഉമറിന്റെ ദേഷ്യം തീരുന്നില്ല. പക്ഷെ ഇനി ആരെ അടിക്കാൻ? അടികൊണ്ട് 2ഉം താഴെ വീണു. ഇനി അടിക്കാൻ ആളില്ല. പക്ഷെ ദേഷ്യം തീരുന്നില്ല ഉമറിന്റെ. ദേഷ്യത്തോട് ഉമർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വശത്ത് ഖുർആൻ കിടക്കുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖുർആനൊന്നും എടുക്കാതാണല്ലോ ഓടിയത്. അപ്പൊ ഖുർആൻ അവിടെ കിടക്കുന്നുണ്ട്. ഖുർആന്റെ ഒരു ഭാഗം ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അതെടുക്കാൻ പോയി. ഇത്രയും നേരം ഉമർ അടിച്ചത് തന്നെ ഖുർആൻ പഠിച്ചതിനാ. പക്ഷെ ഉമറിന്റെ സഹോദരി അതുകൊണ്ടൊന്നും പിന്മാറിയില്ല. പെട്ടെന്ന് അവിടെ കിടന്നിട്ട് ആ ഖുർആൻ എടുത്തു കെട്ടി അങ്ങ് പിടിച്ചു. കാരണം ഉമറിന്റെ പെങ്ങളാണല്ലോ. ആ ഒരു ധീരത എന്തായാലും ഉണ്ടാവുമല്ലോ. മഹാനായ ഉമർ പറഞ്ഞു, ഫാത്തിമ മര്യാദക്ക് അങ്ങിങ്ങ് തരാൻ പറഞ്ഞു. എടി ഫാത്തിമ അതിങ്ങ് താ, എന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തരില്ല ഉമറെ, കൊന്നാലും തരില്ല. കാരണം ഇന്നക നജസുൻ വ ഇന്നഹാ ത്വാഹിറുൻ, നീ അശുദ്ധിയിലാണ്, നീ ദേഷ്യത്തിലാ ഉമറെ. ഇപ്പൊ നിന്റെ കയ്യിൽ ഇത് ഇട്ടാ ശരിയാവില്ല. ഇത് ഖുർആനാണ്, പരിശുദ്ധമാണ്. ലാ യമസ്സുഹാ ഇല്ലാ മുതഹ്ഹിറുൻ, ശുദ്ധിയോടുകൂടെ അല്ലാതെ തൊടാൻ പോലും പറ്റൂല. ഉമർ ചോദിച്ചു, ഫാത്തിമ എന്ത് വേണം? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിനക്കിത് തരാം, നീ പോയി കുളിച്ച് ശുദ്ധിയായി വരാൻ പറഞ്ഞു. മഹാനായ ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി തന്റെ സഹോദരിയുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഉമർ പറയുകയാണ്,
ഹാദിഹി സഹീഫത യാ ഫാത്തിമ. എടി ഫാത്തിമ, അതിങ്ങ് തരിക, ഞാൻ വായിച്ചു നോക്കട്ടെ. അതാ ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കപ്പെടുകയാണ്. ഉമർ ദാ ഖുർആൻ വായിക്കുകയാണ്. അതേ എന്റെ സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഗതിവിഗതികൾ ഇതാ മാറ്റിമറിക്കപ്പെടുകയാണ്. അതേ ഇസ്ലാമിന്റെ ശത്രുവായി വന്ന ഉമറുണ്ടല്ലോ, ആ ഉമർ ദാ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, 21-ാം നൂറ്റാണ്ടിലെ ഉമറാകാൻ നിനക്ക് പറ്റണോ? ഉമറിനെ പോലെ ധീരനാകാൻ നിനക്ക് പറ്റണോ? എങ്കിൽ എന്റെ പൊന്നുമോനെ ഖുർആൻ എടുക്കടാ, എന്റെ പൊന്നുമോനെ ഖുർആൻ ഒന്ന് വായിക്കടാ. ഉമർ ദാ ഖുർആൻ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന അല്ലാഹ്, എന്നാൽ അങ്ങ് ആഖിറത്തിലോ തന്നെ വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ്. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഇത് പ്രാരംഭം കുറിക്കുന്നത്. ഒരു നിമിഷം ഉമർ ചിന്തിക്കുകയാണ്, പടച്ചവനെ ഇതെത്രയോ നല്ല നാമങ്ങളാണ്, പടച്ചവനെ ഇതെത്രയോ നല്ല നാമങ്ങളാണ്. വീണ്ടും ഉമർ ഇങ്ങനെ വായിക്കുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഉമർ വായിക്കുകയാണ്, ഉമർ വായിക്കുകയാണ്. ത്വാഹ, ഏ ത്വാഹ നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഇല്ല നബിയേ, ഇല്ല നബിയേ, താങ്കളെ വിഷമിപ്പിക്കാൻ ഞാൻ ഖുർആൻ ഇറക്കിയിട്ടില്ല നബിയേ, താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഖുർആൻ ഇറക്കിയിട്ടില്ല നബിയേ. ഒരു നിമിഷം ഉമർ ചിന്തിക്കുകയാണ്, ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ സംഭാഷണങ്ങളാണ്, ഇതെത്രയോ മനുഷ്യ മനസ്സുകളെ പിടിച്ചു നിർത്തുന്ന വാചകങ്ങളാണ്. ഇങ്ങനെ ഒരു വാചകങ്ങൾ എഴുതി ചേർക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല, ലോകത്തൊരു സൃഷ്ടിയെ കൊണ്ടും സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദ് സാഹിത്യം പഠിച്ച ആളല്ല, മുഹമ്മദിന് എഴുതാൻ അറിയില്ല, മുഹമ്മദിന് വായിക്കാൻ അറിയില്ല. ഇത് മനുഷ്യരുടെ സൃഷ്ടാവിന്റെ വാക്കുകളാണ്. വീണ്ടും ഉമർ ഇങ്ങനെ വായിച്ച് 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 വരികയാണ്. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, നിശ്ചയം ഞാനാണ് അല്ലാഹ്, നിശ്ചയം ഞാനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണേ, എനിക്ക് മാത്രം ഇബാദത്തുകൾ ചെയ്യണേ. ഉമറിന്റെ മനസ്സിൽ വിശ്വാസത്തിന്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഉമർ ചിന്തിക്കുകയാണ്, എല്ലാവരും അല്ലാഹുവിനെ ആരാധിക്കേണ്ടവരാണെങ്കിൽ, അല്ലാഹുവിനെ ലോകത്തിന്റെ സൃഷ്ടാവായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ സർവേശ്വരനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടവരാണെങ്കിൽ, ഉമർമാ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, ഉമർമാ അല്ലാഹുവിനെ ആരാധിക്കേണ്ടവരാണല്ലോ. ഉടൻ തന്നെ ഉമർ ചോദിച്ചു, ഫാത്തിമ ഐന മുഹമ്മദ് യാ ഫാത്തിമ. എടി ഫാത്തിമ, മുഹമ്മദ് ഇവിടെയുണ്ട് ഫാത്തിമ, എനിക്ക് മുഹമ്മദിനോടൊന്ന് സംസാരിക്കണം ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എവിടെയാണെന്നറിയില്ല. അകത്ത് കയറി ഒളിച്ചിരുന്ന സ്വഹാബിയുണ്ടല്ലോ, ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിച്ചു, ഉമറേ നിനക്കറിയണോ അള്ളാന്റെ ഹബീബ് എവിടെയുണ്ടെന്ന്? ഉമറേ നിനക്കറിയണോ? ഞാൻ പറഞ്ഞു തരാം ഉമറേ, ഞാൻ പറഞ്ഞു തരാം ഉമറേ. ഉറപ്പായും നീ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം ഉമറേ, ഉറപ്പായും റസൂലുള്ളാഹിനോട് സംസാരിക്കണം ഉമറേ. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഉമറേ നിനക്കറിയുമോ, നീ റസൂലുള്ളാഹിന്റെ തലയെറുക്കാൻ വേണ്ടി നടക്കുമ്പോൾ, നീ റസൂലുള്ളാഹിനെ കൊന്ന് കൊലവിളിക്കാൻ നടക്കുമ്പോൾ, ഉമറേ പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേൽക്കുകയാണ്. അള്ളാന്റെ ഹബീബ് കാലും ഈരുവണ്ണം വെക്കുന്ന രീതിയിൽ അള്ളാന്റെ ഹബീബ് നിന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ടതാ കണ്ണീരടിക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അയ്യിദുൽ
الإسلام بعمر بن الخطاب أو بعمر بن الهشام പടച്ചവനെ ഒന്നുകിൽ അബൂജഹലിനെ മുസ്ലിമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ മുസ്ലിമാക്കിക്കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ നാദാ എന്ന് ഉമറേ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുമായിരുന്നു. ഉമറേ മഹാനായ ഉമർ ചിന്തിക്കുകയാണ്, ഞാൻ മുഹമ്മദിന്റെ തലയിറക്കാൻ നടക്കുമ്പോൾ, ഞാൻ മുഹമ്മദിനെ കൊന്നു കൊലവിളിക്കാൻ നടക്കുമ്പോൾ മുഹമ്മദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണോ, മുഹമ്മദ് എനിക്ക് വേണ്ടി കണ്ണീരെടുക്കുകയാണ് എങ്കിൽ അയിന മുഹമ്മദ് യാ ഖബ്ബാബ്, ആ മുഹമ്മദ് എവിടെയുണ്ട് ഖബ്ബാബ്? ഫീ ദാരിൽ അർഖം ഇൻദ സഫാ, ഏ ഉമറേ സഫാ പർവതത്തിന്റെ ചാരത്തുള്ള അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ട് ഉമറേ, അവിടെ ചെന്നാൽ നിനക്ക് റസൂലുള്ളാഹിനെ കാണാം ഉമറേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോയി അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ദാറുൽ അർഖമിലേക്ക് അവിടെ പോയി കടന്നു ചെന്നു. കഥ കടച്ചിട്ടിരിക്കുക. കഥകിങ്ങനെ തട്ടി കഥ ഉറക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ഓരോ സഹാബാക്കൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു സഹാബിക്ക് കൊടുത്ത ഡ്യൂട്ടി കഥകിന്റെ അകത്ത് ഇങ്ങനെ വാച്ച്മാൻ ആയിട്ടിരിക്കണം. ആരെങ്കിലും വന്ന് കഥകിൽ തട്ടി ആ കഥക് തുറക്കണം, എന്താ കാര്യം എന്ന് ചോദിക്കണം, എന്നോട് വന്ന് പറയണം. കഥ ഇങ്ങനെ തട്ടി ആ സഹാബി റസൂലുള്ള ജോലി ഏൽപ്പിച്ചിരിക്കുകയാണോ, വലിയ കാര്യത്തില് കഥക് ഇങ്ങനെ തുറന്നു. കഥക് തുറന്നപ്പോ വാളുമൊക്കെ ഊരി പിടിച്ചിട്ട് ഉമർ ഇങ്ങനെ നിൽക്കുക. തുറന്നതിനെ കാട്ടി വേഗത്തിൽ കഥകങ്ങടച്ചു. തുറന്നതിനെ കാട്ടി വേഗത്തിൽ കഥകങ്ങടച്ചു. കാരണം ആകെ 40ഓളം സഹാബാക്കളേ ഉള്ളൂ. എല്ലാരും പേടിച്ചു വന്ന് അകത്തേറിയിരിക്കുന്നതും ഉമറിനെ പേടിച്ചിട്ട് എല്ലാവർക്കും പേടിയാ. അല്ലാണ്ട് റസൂല് പറഞ്ഞു, ഉമറങ്ങാണ് ഒരു വഴിയിൽ വന്നാ ശൈത്താൻ ആ വഴിയിലെ കാല് വെക്കും എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു കല്ലമ്പലത്ത് ഇങ്ങനെ നടക്കുക. കല്ലമ്പലത്ത് NH-47 ഉണ്ട്. NH-47 ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് ഒരു സൈഡില്. എങ്കിൽ പിന്നെ ശൈത്താൻ നാഷണൽ ഹൈവേയുടെ പരിസരത്തെ ഉണ്ടാവൂല. അത്ര പേടിയ എല്ലാവർക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനെ. സഹാബി ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഉമർ വന്നോ പടച്ചോനെ? പെട്ടെന്ന് ഉമറിനെ പുറത്തുനിന്ന് ഗർജിച്ചു, എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് തന്നെ ആ സഹാബി ഓടി. ഓടുമ്പോ തന്നെ അകത്ത് നിന്ന് ഹംസ റളിയല്ലാഹുവിന്റെ കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട്. ഹംസ റളിയല്ലാഹു എന്നൊക്കെ പറഞ്ഞാൽ അല്പസ്വല്പം അടിതടയും ശക്തിയൊക്കെ ഉള്ള ആളാ. പിടിച്ചങ്ങട്ട് നിർത്തി. എങ്ങോട്ടാ ഓടുന്നേ? ഉമർ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞു. അതിന് നീ ഇത്ര പേടിക്കുന്ന എന്തിനാ? അതിന് നീ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് ചോദിക്കാം. നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി അള്ളാഹിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ ഉമർ വന്നു, കഥക് തുറക്കണോ? റസൂലുള്ള പറഞ്ഞു, കഥ തുറന്നോ, കുഴപ്പമൊന്നുമില്ല. കഥക് തുറന്നോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അള്ളാഹിന്റെ ഹബീബ് കഥക് തുറക്കുന്നതിന് മുമ്പ് ഹംസ റളിയല്ലാഹുവിനെ വിളിച്ചു. ഹംസ എന്റെ വലതുവശത്ത് നിൽക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹുവിനെ വിളിച്ചു. അലി എന്റെ ഇടതുവശത്ത് നിൽക്കാനും പറഞ്ഞു. എന്തിനാ? സെക്യൂരിറ്റി, ബോഡി ഗാർഡ്. അല്ലാഹു തആല ഏത് സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാഹു യഅ്സിമുക മിനന്നാസ്, നബിയെ താങ്കൾ വിഷമിക്കണ്ട, പേടിക്കണ്ട, എന്ത് വന്നാലും അല്ലാഹ് നോക്കിക്കോളും എന്ന് പടച്ച തമ്പുരാൻ എന്ന് പരിപൂർണ സെക്യൂരിറ്റി എടുത്ത് ആയത്തിറക്കി. അതുവരെയും റസൂലുള്ള സെക്യൂരിറ്റി ആയിട്ട് ആളെ നിർത്തും. ഇതൊക്കെ പാഠമാണ് സമുദായത്തിന് പാഠവാ. പ്രതിരോധത്തിന്റെ മഹത്തായ പാഠങ്ങൾ മറന്നുപോയ സമുദായത്തിന് ഇതൊക്കെ പാഠവാ. പടച്ചതമ്പുരാൻ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. മഹാനായ ഉമറിന്റെ മുന്നിൽ ദാറുൽ അർഖമിന്റെ കഥക് തുറക്കപ്പെടുകയാണ്. ഉമർ ദാ വാളുമൂര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഉമർ നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഉമർ ദാ ഇരിക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വാളുമൂരി ഉയർത്തിപ്പിടിക്കുകയാണ്. മഹാനായ അലിയാർ തങ്ങൾ ആയുധങ്ങൾ കൊണ്ട് കാത്തു നിൽക്കുകയാണ്. ഉമർ തന്റെ വാളൊന്ന് വീശിയാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്ത് പതിക്കുന്നതാണ്. സ്വഹാബാക്കൾ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും നിശബ്ദരായി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഉമർ, ഏ ഉമറേ, ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? എന്തിനാ ഉമറേ
നീ ഇവിടേക്ക് കടന്നു വന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ ഉമറിന് മറുപടിയില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, മാ ജാഅ ബിക യാ ഉമർ, എന്തിനാ ഉമറേ നീ ഇങ്ങോട്ട് കടന്നു വന്നത്? അപ്പോഴും ഉമറിന് മറുപടിയില്ല. സ്വഹാബാക്കൾ ജാഗരൂകരായി കാത്തു നിൽക്കുകയാണ്. മൂന്നാമത്തെ സന്ദർഭത്തില് അല്ലാഹുവിന്റെ ഹബീബ് കൈ നീട്ടുകയാണ്. ഉമറിന്റെ മടിക്കത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പിടിക്കുകയാണ്. എന്നിട്ടോ എന്നിട്ട് ഉമറിന്റെ അരക്കത്തിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉമറിനെ വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖവും ഉമറിന്റെ മുഖവും ഇതാ അടുത്തടുത്ത് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഉമറേ മാ ജാഅ ബിക യാ ഉമർ, ഏ ഉമറേ ഇസ്ലാമിന്റെ പാളയത്തിലേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? മഹാനായ ഉമർ പ്രഖ്യാപിക്കുകയാണ്, ലിഉമിന ബില്ലാഹി വറസൂലിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കാനാ ഉമർ വന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാനാ ഉമർ വന്നത്. ഉമർ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവുകയാണ്. ഉമർ ദാ ഇസ്ലാമിന്റെ പോരാളിയായി മാറുകയാണ്. എന്റെ സഹോദരാ, നിനക്കും കഴിയട്ടെ, എന്റെ സഹോദരിമാരെ നിങ്ങൾക്കും കഴിയട്ടെ. ഖുർആനിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ, ഖുർആനിലൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പരിഹരിക്കാൻ എന്റെ സഹോദരങ്ങളെ നമുക്ക് കഴിയട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കപ്പെടണം? ഖുർആനിലൂടെ പരിഹരിക്കപ്പെടണം. മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഈ സമുദായത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായി ശാരീരികമായി എല്ലാം അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അള്ളാന്റെ ഹബീബ് എല്ലാം ഇരുന്ന് കേട്ടു, എല്ലാ പ്രശ്നങ്ങളും കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അള്ളാന്റെ ഹബീബ് ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ വമൽ മഖ്റജ് മിൻഹാ യാ ജിബ്രീൽ, ഇതെല്ലാം പ്രശ്നങ്ങളാ, എന്റെ സമുദായം കഷ്ടപ്പെടും, എന്റെ സമുദായം ഒരുപാട് ബുദ്ധിമുട്ടും, എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ജിബ്രീൽ, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനുള്ള മാർഗം ഏതാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ ഹബീബിന് പറഞ്ഞു കൊടുത്തു, നബിയെ വേറൊരു മാർഗവുമില്ല, സമുദായത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ് നബിയെ, അള്ളാഹുവിന്റെ കിതാബാണ്. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാതെ ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. അള്ളാന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കപ്പെടണം? ഖുർആനിലൂടെ പരിഹരിക്കപ്പെടണം, അല്ലേ? പിന്നെയുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ. സമുദായം ഇങ്ങനെ ഓടും, മക്ബറകളായ മക്ബറകൾ മുഴുവൻ സമാധാനത്തിന് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ സിയാറത്ത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സിയാറത്ത് ചെയ്യണം എന്തിനാ? മരണത്തെ ഓർക്കാൻ, മരണത്തെ ഓർക്കാൻ. സിയാറത്ത് സുന്നത്താണ്. മഹാന്മാരുടെ സിയാറത്ത്, ഖബർ സിയാറത്ത് ചെയ്യപ്പെടണം. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം, അവരുടെ ബറക്കത്ത് നമുക്ക് കിട്ടണം, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ മരണത്തെ ഓർക്കാൻ വേണ്ടി സിയാറത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ ഇന്ന് എന്തായി? സിയാറത്ത് ഒരു ടൂറായിട്ട് മാറി. സിയാറത്ത് ടൂർ, അല്ലേ? സിയാറത്ത് ടൂർ. ഭീമാപ്പള്ളി, കടുവാപ്പള്ളി, കരുനാഗപ്പള്ളി വഴി ഇങ്ങനെ പോവാ, വീഗാലാൻഡിലൊക്കെ ചെന്ന് അടിച്ച് കലങ്ങി കുളിച്ച് ശുദ്ധിയായിട്ടൊരു സിയാറത്ത് ടൂർ. സമുദായം ഞാൻ ഇല്ലാത്ത വല്ലതും പറഞ്ഞു. നമ്മൾ ചിന്തിച്ചേ, എന്ത് പ്രയോജനമാ? എങ്ങനെ ബറക്കത്ത് കിട്ടാനാ? എങ്ങനെ ബറക്കത്ത് കിട്ടാനാ? കച്ചവടത്തിലെ ബറക്കത്തിന് വേണ്ടി ഇന്ന് സമുദായം ഓടുകയാണ്. കടുവാപ്പള്ളിയിലേക്ക് ചെന്നൊരു വലിയ ഓട്ട് നിലവിളക്ക് സംഭാവന. എന്ത് ബറക്കത്ത് കിട്ടാനാ? ഇസ്ലാമിന്റെ വിധി എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ വിധി എന്താ? ഒരു മക്ബറയെ സംബന്ധിച്ചിടത്തോളം ആ മക്ബറയിൽ വെളിച്ചമില്ല, പ്രകാശമില്ല എങ്കിൽ അവിടെ ഒരു നിലവിളക്ക് കത്തിക്കാം.
പ്രകാശമില്ലെങ്കിൽ അവിടെ ഒരു നിലവിളക്ക് കത്തിക്കുക. എന്തിനാ? പ്രകാശത്തിന്. കാരണം ഈ സിയാറത്തിന് വരുന്നവര് ചെന്നിന് കബറിൽ തട്ട് മൂക്കിടിച്ച് വീഴണ്ട. അപ്പൊ ഒരു നിലവിളക്ക് കത്തിക്കാം. അതല്ലാത്തുള്ള നിലവിളക്കുകളെല്ലാം ഹറാം. ബറക്കത്തിന് വേണ്ടി കത്തിച്ചാൽ തനിച്ച ഹറാം. അങ്ങനെ ഒരു ഏർപ്പാടില്ല. മക്ബറകളിലെ നിലവിളക്കിന്റെ ആവശ്യമില്ല. നമ്മൾ ചിന്തിച്ച് ഒരു മക്ബറ ഉണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അതിന്റെ വെളിച്ചം തുടങ്ങുക, അതിന്റെ ലൈറ്റ് സെറ്റിംഗ് തുടങ്ങുക. പിന്നെ എന്തിനാ ഇത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കാത്ത ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിടിച്ചു പറ്റുന്നവരിൽ നിന്നും മോചനമുണ്ടാകട്ടെ നമുക്ക്. അറിയുമോ, ഇന്ന് പള്ളി ദറസുകളിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ദറസുകളുണ്ടല്ലോ, അന്വേഷിച്ചു നോക്കുവിൻ. ആ ദറസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട്, ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ്. ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ്. ആ കിതാബ് രചിച്ചതാരാ? അതേ വടകരയിൽ മാഹിക്കടുത്ത് കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ച എല്ലാവരും ഉൾക്കൊള്ളുന്നതായ മഹാനായ ഒരു പണ്ഡിതനാണ്. ആ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്, മക്ബറകളിൽ ബറക്കത്തിന് വേണ്ടിയുള്ള നിലവിളക്ക് ഹറാമാണ്. മക്ബറയിൽ ബറക്കത്തിന് വേണ്ടി തൊട്ടുമുട്ടൽ ഹറാമാണ്. മക്ബറയുടെ മുന്നിൽ ബറക്കത്തിന് വേണ്ടി സുജൂദ് ചെയ്യൽ ഹറാമാണ്. ബറക്കത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ്. ഈ ഹറാമായ മാർഗത്തിലൂടെ ജീവിച്ചാൽ എന്ത് ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? എന്ത് ബറക്കത്താ? സഹോദരിമാരൊക്കെ ഓട്ടമാണ്. സഹോദരിമാര് ശരീരം പോലും മറച്ചിട്ടില്ല. സിയാറത്ത് ചെയ്യാൻ നിനക്ക് മാനവും മര്യാദയൊക്കെ ഉണ്ട്. ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ സിയാറത്ത് ചെയ്യുന്ന സഹോദരിമാർക്ക് ആ സിയാറത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവട്ടടികൾക്കും പടച്ച തമ്പുരാനിൽ നിന്നും ശിക്ഷ മാത്രമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ശരീരം മറയ്ക്കാതെയുള്ള സിയാറത്ത് ചെയ്യണം, ശരീരം മുഴുവനും മറച്ച്. റസൂലുള്ള പറഞ്ഞത് ശരീരം മറയ്ക്കാതുള്ള സിയാറത്ത് ലോകാവസാനത്തിന്റെ അടയാളം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽതരിബ അലിയതു നിസാഉ ദൗസിൻ അലാ ദൽ ഖലിസാ. ദൗസ് കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ അരക്കെട്ടുകൾ തുറന്നിട്ട് ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നത് വരെയും ലോകം അവസാനിക്കില്ല. സിയാറത്ത് ചെയ്തോളിൻ, ശരീരം മറച്ചിട്ട്. അല്ലേ? ഇങ്ങനെ ബറക്കത്തിന് വേണ്ടി ഓടുക, ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടി സമുദായം ഓടുകയാണ്. മലപ്പുറത്തിന്റെയും തൃശ്ശൂരിന്റെയും ഭാഗത്ത് നിന്നാൽ ചന്ദനക്കുട മഹോത്സവങ്ങൾ എന്ന പേരിൽ പേക്കൂത്ത് നടക്കും. പൂരപ്പറമ്പുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ചന്ദനക്കുട മഹോത്സവം എന്ന പേരിൽ ഇവിടെ നടക്കുമല്ലോ. ഭീമാപ്പള്ളിയിൽ ഗാനമേളയും താലപ്പൊലിയും ആനകളെ വെച്ചുള്ളതായ എഴുന്നള്ളത്ത് വരെ ഒരു നോട്ടീസ് കയ്യിൽ കിട്ടി. അപ്പൊ ഇങ്ങനെ കാണുന്നുണ്ട്, അതിനകത്ത് സംഭാവനകൾ ഇങ്ങനെ എഴുതിക്കുന്ന കൂട്ടത്തില് കുടുംബജീവിതത്തിലും കച്ചവടത്തിലും ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി അബൂബക്കർ ഹാജി സംഭാവന മംഗലാംകുന്ന് കർണൻ ആനയെ സംഭാവന കൊടുത്ത് ബറക്കത്തെടുക്കുക. ഉത്സവത്തിന് ആനയെ കൊടുത്ത് ബറക്കത്തെടുക്കുക. സഹാബാക്കളൊക്കെ പണ്ട് ഒട്ടകത്തെ കൊടുക്കുമായിരുന്നു, ആടിനെ കൊടുക്കുമായിരുന്നു, കുതിരയെ കൊടുക്കുമായിരുന്നു. സഹാബത്തിനെയൊക്കെ കടത്തി വെട്ടി ഇന്നിപ്പോ ആനയെ കൊടുക്കുക. ഗാനമേള നേർച്ച, കോമഡി ഷോ നേർച്ച, സർക്കസ് നേർച്ച. അല്ലേ? എന്ത് ബറക്കത്താന്നൊക്കെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, കുടുംബത്തിലെ ബറക്കത്ത് വേണോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, വീടുകളിൽ ബറക്കത്ത് വേണോ? കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? സമ്പാദ്യത്തിന് ബറക്കത്ത് വേണോ? ശരീരത്തിന് ബറക്കത്ത് വേണോ? ജീവിതത്തിന്റെ അഖില മേഖലകളിലും ബറക്കത്ത് വേണോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആനിലൂടെ ബറക്കത്തെടുക്കുക. അതേ ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. നിശ്ചയമായും ഏത് വീട്ടിലാണോ ഖുർആൻ ഓതപ്പെടുന്നത്, ഏത് വീട്ടിൽ ഖുർആനിന്റെ പ്രകാശമുണ്ടോ, ഏത് വീട്ടിൽ ഖുർആനിന്റെ ശബ്ദങ്ങളുണ്ടോ, ഏത് വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള വീടുകളിൽ യുക്സിറു ഖൈറുഹു
വീടുകളിൽ ബറക്കത്ത് അധികരിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള വീടുകളിൽ ബറക്കത്ത് വർഷിപ്പിക്കപ്പെടുകയാണ്. അതേ അള്ളാന്റെ ഹബീബിന്റെ വാക്കുകളാണ്. ഖുർആൻ ഓതുന്ന വീടുകളാണോ ആ വീട്ടിലാണ് ബറക്കത്തുള്ളത്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, ആ വീട്ടിലാണ് പടച്ചവന്റെ ഭാഗത്ത് നിന്നും ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. എന്നാലോ വേറൊരു വീടുണ്ട്, വൽബൈത്തല്ലദീ, വേറെ കുറെ വീടുകളുണ്ട്. എങ്ങനെയുള്ള വീടുകളാണല്ലോ, ഖുർആൻ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത വീടുകളാ, ഖുർആനുമായി ബന്ധമില്ലാത്ത വീടുകളാ. അങ്ങനെ ഖുർആൻ ഓതാത്ത വീട്ടില്, ഖുർആനുമായി ബന്ധമില്ലാത്ത വീട്ടില് ഏത് മക്ബറയിൽ പോയി തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും, ഏത് മക്ബറയിൽ പോയി എത്ര വലിയ നിലവിളക്ക് നീ കത്തിച്ചു വെച്ചെന്ന് പറഞ്ഞാലും, എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന സിയാറത്ത് ടൂറിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാലും, ഏത് ചന്ദനക്കുടം എന്ന പേക്കൂത്തുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞാലും, ഖുർആൻ ഓതാത്ത വീടാണോ, ഖുർആനുമായി ബന്ധമില്ലാത്ത വീടാണോ? വൽബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത വീടാണോ, ഖുർആനുമായി ബന്ധമില്ലാത്ത വീടാണോ? അറിഞ്ഞുകൊള്ളടേ, യുഖില്ലു ഖൈറുഹു, യുഖില്ലു ഖൈറുഹു. ആ വീടുകളിൽ ബറക്കത്തില്ല, ആ വീടുകളിൽ ഐശ്വര്യമില്ല, ഐശ്വര്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ആ വീട് നാശത്തിലേക്ക് ചെന്ന് പതിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതുന്ന വീട്ടിൽ ആ ബറക്കത്ത്. എന്റെ വാക്കല്ലേ, റസൂലുള്ള പറഞ്ഞതാ. ഖുർആൻ ഓതുന്ന വീട്ടിലാണ് ബറക്കത്ത്, ഖുർആൻ ഓതാത്ത വീട്ടിൽ ബറക്കത്തില്ല. കുറഞ്ഞു 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 കുറഞ്ഞ് ആ വീടൊരു പ്രേതാലയമായി മാറും. നബി മുഹമ്മദ് മുസ്തഫ. ശവപ്പറമ്പാണ് ആ വീട് എന്ന് പറഞ്ഞ ആ വീട്ടിലുള്ളവരൊക്കെ ശവങ്ങൾക്ക് തുല്യമാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോ ആർക്കും ഒരു വിഷമം. പൊതുവെ എന്നെ പറ്റി ഒരു പരാതിയാണ്, എന്തു പറഞ്ഞാലും തീവ്രതയാണ്, എന്തു പറഞ്ഞാലും തീവ്രതയുള്ളൂ. സമാധാനത്തോടെ പറയാം. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ, ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇല്ലാത്തൊന്നും പറയുന്നില്ലല്ലോ, ഉള്ളതൊക്കെ തന്നെയല്ലേ പറയുന്നത്, ഉള്ളതല്ലേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയി പ്രസംഗിച്ചിട്ട് ഇന്ന് അവിടുന്ന് ഒരു സഹോദരൻ വിളിച്ചു. പത്രത്തില് അറിയപ്പെട്ടൊരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു, മതപ്രഭാഷണ വേദിയുടെ പേരിൽ തീവ്രവാദ പ്രസംഗം. ഖുർആനും ഹദീസും പറഞ്ഞതിനാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആർക്കും വിഷമം തോന്നണ്ട. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഖുർആൻ ഓതാത്ത വീടുകൾ ശവപ്പറമ്പുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പുകളാക്കരുത്. ഹബീബായ റസൂല് പഠിപ്പിക്കുകയാണ്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ. സമുദായമേ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പുകളാക്കല്ലേ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പുകളാക്കല്ലേ, ശ്മശാനങ്ങളാക്കല്ലേ. ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ. പിന്നെ എന്താണ് വേണ്ടതെന്നറിയുമോ? നിങ്ങൾ ഖുർആൻ ഓതാതിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾ ശവപ്പറമ്പുകളാവുകയാണ്. അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ പിശാചിന്റെ ഇടത്താവളമായി മാറുകയാണ്, പിശാചിന്റെ കേന്ദ്രമായി മാറുകയാണ്. അതുകൊണ്ട് ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ. വീടുകളെ ശവപ്പറമ്പുകളാക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതുമോ? അങ്ങനെ സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഓതിയാൽ അശ്ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അങ്ങനെ സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുകയാണ്, ശൈത്താന്റെ ശല്യമില്ലാതാവുകയാണ്. ഭർത്താവിന്റെ മദ്യപാനം നിർത്തണോ? ഭാര്യയുടെ അനുസരണക്കേട് നിർത്തണോ? മക്കളുടെ വഴികേട് അവസാനിപ്പിക്കണോ? വീടുകളിൽ ഖുർആൻ ഓതപ്പെടട്ടെ, വീടുകളിൽ ഖുർആനുമായി ബന്ധപ്പെടട്ടെ. ഖുർആനുമായി ബന്ധമുള്ള വീടുകളിലാണ്, സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിലാണ് പിശാച് വിരണ്ടോടുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണേ. നാളിതുവരെയായി നമ്മുടെ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതപ്പെട്ടിട്ടുണ്ടോ? പുതിയ വീട്ടിലേക്ക് താമസമായവരുണ്ട്, പുതിയ വീട് പണി നടത്തിക്കൊണ്ടിരിക്കും
കാത്തിരിക്കുന്നവരുണ്ട്, താമസിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുണ്ട്, അതല്ല എങ്കിൽ കാത്തിരുന്ന് താമസമായവരുണ്ട്. നാളിന്ന് വരെ വീടുകളിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ടുണ്ടോ? നാളിന്ന് വരെ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികമായ ശബ്ദം ആ വീടുകളുണ്ട്, ഭിത്തികളിൽ അലയടിച്ചിട്ടുണ്ടോ? ആ വീട്ടിലാണ് ബറക്കത്തുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ, ആ വീട്ടിലാണ് സമാധാനമുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ. വീട്ടില് താമസമാകുന്നതിന് മുമ്പ് കണ്ണുപെടാതിരിക്കാൻ കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിടുന്നവരുണ്ട്, കണ്ണുപെടാതിരിക്കാൻ വീട്ടിൽ ബറക്കത്തുണ്ടാക്കാൻ വേണ്ടി അത് പണ്ഡിത വേഷധാരി ധരിച്ചുകൊണ്ട് നടക്കുന്നവര് ഹോമം നടത്തുന്ന വീടുകളുണ്ട് സഹോദരങ്ങള്, അഗ്നിഹോമം പോലും നടത്തുന്ന വീടുകളുണ്ട്. വേണ്ട വേണ്ട, അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ടതില്ല. ഖുർആനും ഓതുമോ, ഖുർആനുമായി ബന്ധപ്പെടുമോ, ആ വീട്ടിന് ബറക്കത്താണ്, ആ വീട്ടിന് സമാധാനമാണ്. എന്ന് മാത്രമല്ല പടച്ചവനെ സഹോദരങ്ങളെ, നമ്മുടെ കച്ചവടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടോ? കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? ലാഭമില്ലാതെ നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക. അതേ റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണോ? മൻഖറ സൂറത്തുൽ വാഖിഅത കുല്ല ലൈല ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ആരാണോ തങ്ങളുടെ വീടുകളിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിഅ ഓതുന്നത്, അങ്ങനെ ഓതുന്നവരുടെ വീടുകളിലുണ്ടല്ലോ ലം തുസിബഹു ഫാഖത്തുൻ അബദാ. ഇല്ല, വീടുകളിൽ പിന്നെ ദാരിദ്ര്യമില്ല, ആ വീടുകളിൽ പിന്നെ പട്ടിണിയില്ല, ആ വീടുകളിൽ പിന്നെ സമ്പത്തിന്റെ പ്രശ്നങ്ങളില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്. പെങ്ങളെ, ഭർത്താവിന്റെ കച്ചവടത്തിന് ബറക്കത്ത് വേണ്ടി, ഗൾഫിൽ നിൽക്കുന്ന മച്ചാന്റെ ജോലിയിൽ ബറക്കത്ത് വേണ്ടി, ഗൾഫിൽ പോയ മകന്റെ ജോലിയിൽ സ്ഥിരത വേണ്ടി, അല്ലാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ വാഖിഅ ഓതുക, നിങ്ങൾ സൂറത്തുൽ വാഖിഅ നിരന്തരമായി ഓതുന്നവരായി മാറുക. സമ്പത്തിന്റെ ബറക്കത്ത് ഖുർആനിലാണ്, സാമ്പത്തിക ബറക്കത്ത് ഖുർആനിലാണ്. തീർന്നിട്ടില്ല. ശാരീരികമായ ബറക്കത്ത് വേണോ? ശരീരത്തിലെ രോഗങ്ങൾ നഷ്ടപ്പെടണോ? ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കണോ? മരുന്ന് കഴിക്കുന്നതോടൊപ്പം ചികിത്സ നടത്തുന്നതോടൊപ്പം അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണേ. പടച്ചവനെ, മാരകമായ ഭീകരമായ ശരീരം കാർന്നു നിന്ന ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശരീരം കീറിമുറിക്കേണ്ടി വരുന്ന മാരകമായ ഭീകരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതേ സഹോദരങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങുക. അല്ലാഹു തന്നെ പറയുകയാണ്, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാ. അല്ലാഹു പറയുകയാണ്, ഖുർആനിൽ ശിഫാ വെച്ചിരിക്കുകയാണ്, ഖുർആനിൽ രോഗശമനം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യം വേണോ? ഖുർആൻ ഓതുക. സമ്പത്ത് വേണോ? ഖുർആൻ ഓതുക. ബറക്കത്ത് വേണോ? ഖുർആൻ ഓതുക. സമാധാനം വേണോ? ഖുർആൻ ഓതുക. മനസ്സിന് സമാധാനമില്ല, കച്ചവടത്തിന്റെ പിരിമുറുക്കങ്ങളാണ്, കുടുംബത്തിന്റെ ടെൻഷനുകളാണ്, ഓഫീസിലെ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ലാതെ നീറി ഇതാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട സഹോദരാ, വേണ്ട സഹോദരി, നിന്റെ മനസ്സിന് ബറക്കത്ത് വേണോ? അവിടെയും ഖുർആനാണ് വരുന്നത്, അവിടെയും ഖുർആനാണ് വരുന്നത്. അല്ലാഹു തആല തന്നെ പറയുകയാണ്, അലാ, മനസ്സിന് സമാധാനം ആഗ്രഹിക്കുന്നവരറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങളുടെ സമാധാനം അതും ഖുർആനിലാണ്, അതും ഖുർആനിലാണ്. എന്ത് പ്രശ്നമാ സഹോദരങ്ങളെ ഖുർആനിലൂടെ പരിഹരിക്കപ്പെടാനില്ലാത്തത്? ഏത് പ്രശ്നമാ സഹോദരങ്ങളെ ഖുർആനിലൂടെ മാറ്റപ്പെടാതിരിക്കുന്നത്? അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമായാലും, മാനസിക പ്രശ്നമായാലും, ശാരീരിക പ്രശ്നമായാലും, കുടുംബത്തിലെ പ്രശ്നങ്ങളായാലും, വീട്ടിലെ പ്രശ്നങ്ങളായാലും, സമൂഹത്തിലെ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളായാലും എന്ത് പ്രശ്നം വന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ. ഖുർആനിലൂടെ മാറ്റമുണ്ട്. എന്റെ ഖുർആനിനെ അവഗണിച്ച ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അല്ലാഹു തആല ഇതാ വെല്ലുവിളിക്കുകയാണ്. സഹോദരന്മാരെ സൂക്ഷിച്ചുകൊള്ളുക, സഹോദരിമാരെ സൂക്ഷിച്ചുകൊള്ളുക. എനിക്കും നിങ്ങൾക്കും ഖുർആനുമായി ബന്ധമില്ല എങ്കിലും പടച്ചവന്റെ ശക്തമായ താക്കീതാണ്. അല്ലാഹു ചോദിക്കും, ആരാണടാ എന്റെ ഖുർആനിനെ അവഗണിച്ചു കളയുന്നത്? ആരാണടി എന്റെ ഖുർആനിനെ അവഗണിച്ചു കളയുന്നത്? ആരൊക്കെയാണോ എന്റെ ഖുർആനിനെ തള്ളിക്കളയുന്നത്? ആരെങ്കിലും എന്റെ ഖുർആനിനെ തള്ളിക്കളഞ്ഞാൽ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇടുക്കമായ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്, ഇടുക്കമായ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്. അതേ ബറക്കത്തില്ലാതെ നഷ്ടമായ സമാധാനമില്ലാത്ത ജീവിതം എന്നാൽ ദുനിയാവിൽ കിട്ടുമെന്ന് തോന്നിയേക്കാം. പക്ഷേ നാളെ മരിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് ചെന്നാൽ യഥാർത്ഥ ജീവിതം തുടങ്ങുന്ന ഖബറിലേക്ക് കൊണ്ട് നിന്നെ കിടത്തി കഴിഞ്ഞാൽ, പാവല്ലപ്പള്ളിയുടെ ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, കാട്ടുചന്തപ്പള്ളിയുടെ ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, കുടവൂര് പള്ളിയുടെ ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ കൂട്ടുകാര് പോവുകയാണ്, വീട്ടുകാര് പോവുകയാണ്, നാം ഇഷ്ടപ്പെട്ട സകലരും നടന്നു നീങ്ങുകയാണ്. എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അതാ നമ്മളിങ്ങനെ മണ്ണിൽ കിടക്കുകയാണ്. ഒരു തുണ്ട് തുണിയിൽ പൊതിഞ്ഞ് നമ്മെ ഇട്ടിരിക്കുകയാണ്. കൈയൊന്നനക്കാൻ പറ്റുന്നില്ല, കാലൊന്നനക്കാൻ പറ്റുന്നില്ല. കുറ്റാക്കോരിട്ടില് നിശബ്ദതയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്നതാ ഒരു ഗർജനം നമ്മൾ കേൾക്കുകയാണ്, പെട്ടെന്നതാ ഒരു പൊട്ടിത്തെറി നമ്മൾ കേൾക്കുകയാണ്. ലാ മർഹബല്ലക വലാ അഹ്ലാ, നിനക്ക് നാശമടാ, നിനക്ക് നാശമടി, ഇവിടെ നിനക്ക് സ്വാഗതമില്ല, സ്വാഗതമില്ല, സ്വാഗതമില്ല. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് നിനക്കറിയുമോ? അമാ ഇൻ കുന്തലാബുകളു ഉമ്മയ്യംശി അലാ ലുഹിലയ്യ. കല്ലമ്പലം പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ, പാവല്ല മഹല്ലിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ, ഓരോ പള്ളി ഖബർസ്ഥാനിന്റെയും മഹല്ലുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരിൽ വെച്ച് നിന്നോടായിരുന്നടാ ചെറുപ്പക്കാരാ, നിന്നോടായിരുന്നടാ സഹോദരാ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്നത്. ഏ ചെറുപ്പക്കാരി സഹോദരി ഉമ്മ പെങ്ങന്മാരെ, ഇൻകുന്തല അബുകളുമയ്യം നിന്നോടായിരുന്നു എനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്നത്. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? അയൽക്കാരല്ല, കുടുംബക്കാരല്ല, കൂട്ടുകാരല്ല, പിന്നെയോ ഏത് ഖബറിലേക്ക് നമ്മളെ കൊണ്ടുവച്ചു കഴിഞ്ഞോ, ഏത് ഇരുട്ടറയിലേക്ക് നമ്മെ കൊണ്ടുവച്ചു കഴിഞ്ഞോ, ആ ഖബർ തന്നെയാ നമ്മോട് സംസാരിക്കുന്നത്, ആ ഖബർ തന്നെയാ നമ്മെ പേടിപ്പിക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നു ഫസ്റുതൈലയ്യ, ഇന്നതാ നീ എന്നിലേക്ക് വന്നിരിക്കുകയാണ്, നീ എന്ന് ഖബറാകുന്ന എന്റെ മരണം പിളർന്നെന്നിലേക്ക് വന്ന് കിടക്കുകയാണ്. കാണണമോ? ഫസതറ സ്വനിഇബിക, എന്റെ സ്വീകരണം എങ്ങനെയെന്ന് കാണണോ? ഞാൻ നിന്നെ സ്വീകരിക്കുന്നത്, നിനക്ക് സ്വാഗതമോകുന്നത് എങ്ങനെയെന്ന് നിനക്കറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ഖബർദാ നമ്മെ ഞെരുക്കാൻ തുടങ്ങുകയാണ്. ഖുർആനോദാത്ത സഹോദരങ്ങളെ, ഖുർആനോദാത്ത സഹോദരിമാരെ, എന്നെയും നിങ്ങളെയും
ഖബർദാഞ്ഞിരിക്കാൻ തുടങ്ങുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നമ്മുടെ വാരിയല്ലുകൾ ഉണ്ടല്ലോ, വാരിയല്ലുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്, രണ്ടു വശത്തേക്കും ഞെക്കിഞ്ഞെടുക്കപ്പെടുകയാണ്. വാരിയല്ലിന്റെ ഓരോ കഷണങ്ങളും പീസ് പീസായി ടക്ക് ടക്കെന്ന് പറഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു നുറുങ്ങാൻ തുടങ്ങുകയാ. അതെ, അത് തന്നെയാണ് ഇടുക്കമായ ജീവിതം, ഞെരുക്കമായ ജീവിതം. അതെ, അത് തന്നെയാണ് ഖുർആൻ ഓതാത്തവർക്കുള്ള ശിക്ഷയാണ്, ഖുർആനുമായി ബന്ധമില്ലാത്തവർക്കുള്ള ശിക്ഷയാണ്. ഖബർ ഞെക്കി ഞെരുക്കാൻ തുടങ്ങുകയാണ്. അവിടെയും തീർന്നിട്ടില്ലല്ലോ, ഖബർ കൊണ്ടങ്ങ് തീർന്നിട്ടില്ലല്ലോ. രാജാതിരാജനായ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെന്നാ അല്ലാഹു പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ എന്റെ മുന്നിലേക്ക് വരുമ്പോ കണ്ണ് കാണാത്ത നിലയില്, കണ്ണിന് കാഴ്ചയില്ലാത്ത നിലയില് അവരെ ഞാൻ ഹാജരാക്കുകയാണ്. ഖുർആൻ ഓതാത്തവർക്ക്, ഖുർആൻ കാണാത്തവർക്ക്, ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിയാത്തവർക്ക് നാളെയുടെ ലോകത്ത് കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ലാതെ പുനരുദ്ധാരണം നടത്തപ്പെടുകയാണ്. ഈ സമയത്ത് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, റബ്ബി ലിമ ഹശർതനി യൗമാ, റബ്ബി ലിമ ഹശർതനി യൗമാ. പടച്ചവനേ, പടച്ചവനേ, ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എവിടെയാണ്? ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എവിടെയാണ്? വഖദ് കുന്തു ബസീറാ. ദുനിയാവിൽ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടായിരുന്നു അല്ലാഹ്, ദുനിയാവിൽ ഞങ്ങൾക്ക് കണ്ണിന് പവറുണ്ടായിരുന്നല്ല. മണിക്കൂറുകളോളം ക്രിക്കറ്റ് കളി കാണാൻ കൊടുത്തതാണ്, മണിക്കൂറുകളോളം പൂരപ്പറമ്പുകളിൽ കൊടുത്തതാണ്, മണിക്കൂറുകളോളം ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് കൊടുത്തതാണ്, കുട്ടിപ്പട്ടുറുമാലിന്റെ മെഗാ ഫൈനലിന് കൊടുത്തതാണ്. അത്രത്തോളം ഉറക്കമൊഴിഞ്ഞെങ്കിലും, അത്രത്തോളം ഉറങ്ങാതെ കാത്തിരുന്നെങ്കിലും വഖദ് കുന്തു ബസീറാ. ഇല്ല അല്ലാഹ്, ഇല്ല അല്ലാഹ്, എന്റെ കണ്ണിനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അല്ലാഹ്. ന്യൂ ഇയറിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമേ, ഡിസംബർ 31 രാത്രി അർദ്ധരാത്രി 12 മണി വരെ ഉറക്കമിടിഞ്ഞുകൊണ്ട് ന്യൂ ഇയറിനെ കാത്തിരിക്കാനിരിക്കുന്ന പൊന്നുമോന്, വേണ്ടടാ, മെനക്കെടണ്ടടാ, അതിനു വേണ്ടി സമയം കൊടുക്കണ്ടടാ. നാളെ നീ പൊട്ടിക്കരയുന്നതാണ് അല്ലാഹ്. വെളുക്കുവോളം ഞാൻ അതിനു വേണ്ടി ഉറക്കമിടിച്ചിട്ടുണ്ടായിരുന്നു. വഖദ് കുന്തു ബസീറാ. എന്നിട്ടും എന്റെ കണ്ണിനൊരു പ്രശ്നവുമില്ല അല്ലാഹ്, എന്നിട്ടും എന്റെ കണ്ണിനൊരു കുഴപ്പവുമില്ല അല്ലാഹ്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ സമയത്ത് രാജാതിരാജനായ പടച്ചവൻ ചോദിക്കുകയാണ്, കദാലിക അതത്ക ആയാതുനാ, കദാലിക അതത്ക ആയാതുനാ. ഇന്ന് നിങ്ങൾ എന്റെ മുന്നിൽ വന്നെന്ന് കരയുന്നുവല്ലോ, ഇതുപോലെ എന്റെ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ, നിന്റെയൊക്കെ വീട്ടിൽ ഖുർആൻ ഉണ്ടായിരുന്നുവല്ലോ, നിങ്ങളുടെ പള്ളികളിൽ ഖുർആൻ ഉണ്ടായിരുന്നുവല്ലോ, നിങ്ങളുടെ കടകമ്പോളങ്ങളിൽ ഖുർആൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എന്തു ചെയ്യാൻ? ഫനസീതഹാ, ഫനസീതഹാ. ആ ഖുർആനിനെ നിങ്ങൾ മറന്നു കളഞ്ഞില്ലേ? ആ ഖുർആനിനെ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞില്ലേ? എന്റെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെടുത്തോ? എന്റെ ഖുർആൻ നീ ഒന്ന് പഠന വിധേയമാക്കിയോ? എന്റെ ഖുർആൻ നീ ഒന്ന് പാരായണം നടത്തിയോ? ഫനസീതഹാ, ഫനസീതഹാ, ഫനസീതഹാ. ഖുർആൻ നിങ്ങൾ മറന്നു കളഞ്ഞില്ലേ? എന്റെ ഖുർആനെ മറന്നതുകൊണ്ട്, എന്റെ ഖുർആനെ അവഗണിച്ചതുകൊണ്ട്, എന്റെ ഖുർആനിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളെ തള്ളിക്കളയുകയാണ്, ഞാനും നിങ്ങളെ തള്ളിക്കളയുകയാണ്, ഞാനും നിങ്ങളെ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രഭാഷണത്തിന്റെ സന്ദേശം എന്നോണം എന്നോട്
എന്നോടും നിങ്ങളോടും ഈ വിനീതന പറയാനുള്ളത് ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതടേ, ഖുർആനിലേക്ക് മടങ്ങടേ, ഖുർആനുമായി ബന്ധം പുലർത്തടേ. ഖുർആനിലൂടെ ബന്ധം പുലർത്തുന്നതിലാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുള്ളത്. പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഓതുവിൻ, ഖുർആനുമായി ബന്ധപ്പെടുവിൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്താൻ പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുവിൻ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുവിൻ. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കട്ടെ, നമ്മുടെ മക്കൾ ഖുർആനിന്റെ വക്താക്കളാകട്ടെ, അവർ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാകട്ടെ. ഇന്ന് നമ്മൾ കയറൂരി വിട്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ